ആറ് വർഗീസേ കുഴപ്പമില്ലെന്നേ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ അല്ലേ, അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സാരമില്ല. അപ്പോ നമ്മുടെ നാട്ടില് കത്തി നിൽക്കുന്ന ഒരു ഹിജാബ് വിവാദം അല്ലേ, ഇനിയും അതങ്ങോട്ട് അമർന്നിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം, ഇറാൻ ഇപ്പം നമ്മുടെ വർഗീസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നമുക്ക് ഓഡിയൻസ് പറയുന്നതാണല്ലോ അല്ലേ. ഇറാനിലെ സ്ത്രീകൾ മുമ്പ് മോഡേൺ ഡ്രസ് അണിഞ്ഞ് സർവ്വസ്വതന്ത്രരായി ജീവിച്ചു. പിന്നീട് അവരെ മത നേതാക്കൾ ചാക്കിലാക്കി. ഇപ്പോൾ അവർ വീണ്ടും സ്വതന്ത്രരായിക്കൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇറാന് ഒരു റെവല്യൂഷണറി കൺട്രിയാണ്. വളരെ ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ. അപ്പം ആ ഇറാന്റെ കരങ്ങളിലേക്ക് ഈ ആയത്തുള്ള അലി ഖൊമേനിയും ടീമും എപ്പോഴാണോ ഇറാൻ ഏറ്റെടുത്തത്, ഇറാന്റെ ഭരണം അവരുടെ കയ്യിൽ വന്നത്, അതോടുകൂടി ഇറാന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഏതൊരു നാട്ടിലും രാഷ്ട്രീയ അന്ധതയും മത അന്ധതയും ഏത് നേതാവിന്റെ തലയിലാണോ വരുന്നത്, അതോടെ ആ നാടിന്റെ കാര്യം പോക്കാകും, ഒരു സംശയവുമില്ല. അതുപോലെ തകർന്ന ഒരു രാജ്യമാണ് ശരിക്കു പറഞ്ഞാൽ ഇറാൻ. ഇറാനില് ഒരു കഷ്ണം തുണിയുടെ പേരിലാണ് മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, 22കാരിയായിട്ടുള്ള കുർദിഷ് വംശജക്കാരിയായിട്ടുള്ള പെണ്ണിനെ അടിച്ച് ഇടിച്ച് ഇല്ലാതാക്കി, അടിവയറ്റിൽ ചവിട്ടി, ഒരു പെണ്ണെന്ന് പോലും നോക്കാതെ എന്തെല്ലാമാണ് ഇവര് ചെയ്തു കൂട്ടിയത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഭരണാധികാരിയാ. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാജ്യവിരുദ്ധരായിട്ടുള്ള തീവ്രവാദ നേതാക്കളുണ്ട്, ഭീകരവാദികളുണ്ട്, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള അവരുടെ ഫണ്ട് പറ്റി ജീവിക്കുന്ന എത്രയോ കൊഴുത്തു വളരുന്ന സംഘടനകളുണ്ട്. അവർക്കെതിരെ നമ്മുടെ രാജ്യം ഒന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഇന്ന് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സൈന്യമാണ്. ഇവരെ ഇല്ലാതാക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും സ്വന്തം രാജ്യത്തോട് എങ്ങനെ അത് ചെയ്യും? അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഏതു പണ്ടേ നമ്മുടെ രാജ്യത്തുള്ള ഈ പോപ്പുലർ ഫ്രണ്ട്, SDPI, സിമി, PFI, NDF എന്നോ ഇവരിൽ നിന്നുമൊക്കെ ഈ രാജ്യത്തെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ സ്വന്തം രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നത്. എന്നാൽ ഇറാന്റെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ഇന്ന് തലയും മുലയും ഒക്കെ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അങ്ങനത്തെ വിഷയവുമില്ല. പക്ഷേ എല്ലാ നിയമങ്ങളും ആർക്കുള്ളതാണ്? സാധാരണക്കാരനുള്ളതാണ്. അത് എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് അവിടെ ഒരു നീതിയോ നിയമമോ ഒന്നുമില്ല. ആ രാജ്യത്തെ നിയമങ്ങൾ വളരെ തന്ത്രപൂർവം ഉന്നതർക്ക് ലംഘിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമ്മുടെ രാജ്യം എന്താ അതിൽ നിന്ന് വിഭിന്നമാണോ? അല്ല. ഇപ്പൊ ഇറാനില് 22കാരി ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ, ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താൽ അതിനെ അടിവയറ്റിൽ ചവിട്ടിയും അതിനെ ക്രൂരമായി പീഡിപ്പിച്ച് മൂക്കുമുറിച്ച് മുടിമുറിച്ച് അതിനെ കൊന്നുകളഞ്ഞ സദാചാര പോലീസിങ്ങിനെ നിരോധിക്കണമെന്ന് പറഞ്ഞ് ഇറാനിലെ ആബാലവൃദ്ധം ജനങ്ങളും രംഗത്തിറങ്ങുവാണ്. എന്തിന്? നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനത നീതിക്കു വേണ്ടി രംഗത്തിറങ്ങുവാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും സഞ്ചരിക്കാനും മനുഷ്യനായി ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞ് ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഓർക്കണം, മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്
മഹ്സ അമിനിയുടെ നീതിക്കു വേണ്ടി ഒരു പറ്റം ജനങ്ങൾ രംഗത്തിറങ്ങുന്നത്. ആർക്കെതിരെ? സ്വന്തം രാജ്യത്തെ മതം വിഴുങ്ങിയ ഭരണാധികാരികൾക്കെതിരെ രംഗത്തിറങ്ങുവാണ്. ഇന്നിപ്പോൾ ഇറാന്റെ പരമോന്നത നേതാക്കന്മാരുടെ കുടുംബങ്ങളിലെ തുണിയുടുക്കാത്ത ചിത്രങ്ങൾ, അർദ്ധനഗ്നരായിട്ടുള്ള ചിത്രങ്ങൾ, അവരുടെ ഫംഗ്ഷനുകളിൽ അവർ ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോകളൊക്കെ ഇന്ന് വൈറലായിട്ടുണ്ട്. അതാണ്, ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല, അതിന്റെ പരിമളം പുറത്തു വന്നുകൊണ്ടേ. ഇപ്പോ ഇറാനില് ഹിജാബ് ആർക്കാണ് നിയമമായിട്ടുള്ളത്? സാധാരണക്കാരായ ജനങ്ങളാണ് നിയമം പാലിക്കേണ്ടത്. ഒരു കഷ്ണം തലമുടി പോലും പുറത്ത് കാണാൻ പാടില്ല, അവരൊറ്റയ്ക്ക് സഞ്ചരിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, സംഗീതം പാടില്ല, ആര് എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഭരണചക്രം അല്ലെ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയോ, തലമുടിയുടെ ഒരംശം, മാറിടത്തിന്റെ പകുതി പോട്ടെ, തലമുടി ഒരു കഷ്ണം തലമുടി പുറത്ത് കണ്ടു എന്ന കാരണത്താലാണ് മഹ്സ അമിനിക്ക് ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതും. അപ്പോ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ചാട്ടവാറടി, അതല്ലെങ്കിൽ ജയിൽ ശിക്ഷ, അതല്ലെങ്കിൽ ജയിലിനകത്തിട്ട് മതമര്യാദ പഠിപ്പിക്കുന്ന ഹുജ്റത്തുൽ അദബ് ഉണ്ട്, അതായത് മതമര്യാദ പഠിപ്പിക്കുന്ന മുറികൾ, അതിനകത്തിട്ട് ഒരു പക്ഷേ ഇവരുടെ ബോട്ട്സിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി നരകിച്ച് മരിക്കാം. കുറ്റം ആവർത്തിക്കുന്ന സ്ത്രീകളെ വീണ്ടും വീണ്ടും ഇവര് ശിക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതും പ്രാകൃതമായിട്ടുള്ള മുഹമ്മദിന്റെ ശിക്ഷാരീതികൾ. ഇതൊക്കെയാണ് ഇറാനിലെ ഹിജാബ് ധരിക്കാത്തവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത ശിക്ഷ. കഴിഞ്ഞ വർഷമാണ് ഈ പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികൾ കുറച്ചുകൂടി കടുപ്പിച്ചത്. കാരണം ഇത്രയും നിയമങ്ങളൊന്നും പോരാ, കുറച്ചുകൂടി ഒന്ന് കടുപ്പിച്ചേക്കാം. ഐസിസ് ഒക്കെ ആണല്ലോ അവിടെ ഭരിക്കുന്നത്. അങ്ങനെ ഒരിക്കല് 100 ചാട്ടവാറടി കൊടുത്ത് ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് ശരീരത്തിലൊക്കെ പൊള്ളിച്ച് വിട്ടുകഴിഞ്ഞാൽ വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, വീണ്ടും അതേ തെറ്റിന് ഇവർ പിടിക്കപ്പെട്ടാൽ ഇവർക്ക് കൊടുക്കേണ്ടുന്ന ശിക്ഷ കുറച്ചുകൂടി ഗ്രാവിറ്റി ഒന്ന് കൂട്ടി. ഇത് അടിവരയിടണം. സാധാരണക്കാർക്ക് പാലിക്കാനുള്ളതാണ് ഈ നിയമങ്ങളെല്ലാം. അതല്ലാതെ ഇറാന്റെ പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന നേതാക്കന്മാർക്കോ അവരുടെ മക്കൾക്കോ അവരുടെ അടുത്തതോ അകന്നതോ ആയ കുടുംബാംഗങ്ങൾക്കോ ഇതൊന്നും ബാധകമല്ല. ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് പല കാര്യങ്ങളിലും. എത്ര കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും ശരി, ഇന്നത്തെ മീഡിയയെ ഭയന്നേ പറ്റൂ. അതുകൊണ്ട് ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് ജിഹാദികളെ സംബന്ധിക്കുന്ന ഇത്തരം വാർത്തകൾ ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമൊന്നും ജൂതനുണ്ടാക്കിയ മീഡിയയിലില്ല. അതുകൊണ്ട് ജൂതനുണ്ടാക്കിയ മീഡിയ വഴി ഇവര് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന ജിഹാദിസവും വിവേചനവും 6-ാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്ര നിയമങ്ങളുമൊക്കെ ഇന്നിപ്പോഴിതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിമളം ജനങ്ങളൊന്ന് ആസ്വദിച്ചോട്ടെ. എല്ലാ കാലത്തിലേക്കും ഒപ്പിച്ച നിയമങ്ങളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. കാലാനുവർത്തിയാണ്, കാലാനുസൃതമാണ്. ശാസ്ത്രത്തിന്റെ എന്തൊക്കെയോ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ഇസ്ലാമിൽ മാത്രമായിട്ട് കുത്തിത്തിരികയാണ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരു പ്രവാചകൻ ജനങ്ങളെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ശാസ്ത്രം എന്താണ് എന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ.
പെണ്ണിന്റെ ഹരി താങ്ക് യു. പെണ്ണിന്റെ കണ്ണിൽ നിന്നും വരുന്ന ആ വികിരണം പുരുഷന്റെ ത്വക്കിലേക്ക് വരുമ്പോൾ അത് പുരുഷനിലെ ത്വക്ക് ക്യാൻസറായി പരിണമിക്കുമെന്നാണ് ശ്രീ സാക്കിർ നായിക് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞത്. ആ വികിരണത്തിന് റിലേഷൻഷിപ്പ് അറിയാം. ആ വാപ്പയാണെങ്കിൽ ആ വികിരണം വാപ്പ വേണ്ട, ആങ്ങള വേണ്ട, ഭർത്താവ് വേണ്ടേ വേണ്ട, മകൻ പറ്റില്ല. അങ്ങനെ പുറത്തുള്ള ആളുകളിലേക്ക് മാത്രമാണ് സ്ത്രീകളുടെ കണ്ണിലെ ഈ വികിരണം അങ്ങോട്ട് സ്പ്രെഡ് ആകുക. ഇതൊക്കെ വിശ്വസിക്കാനും ഈ കാലഘട്ടത്തിൽ ആളുണ്ടല്ലോ. എന്തോ ചെയ്യാനാ? ഇവർക്ക് ഏത് കാലത്ത് വെളിവ് വരുമെന്ന് നമ്മൾ വിചാരിക്കാനാ? ശരി, ഇനിയെങ്കിലും ഈ പൊട്ടക്കുഴിക്കകത്തേക്ക് ആളുകൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഈ ജിഹാദികളുടെ മനസ്സിലെ താല്പര്യങ്ങൾ ഒന്ന് വിളിച്ചു പറയട്ടെ. അപ്പോ ഇറാനിലെ സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ നമ്മുടെ ജനാധിപത്യ ഭാരതത്തിലെ പോലെ തന്നെ നേതാക്കന്മാർക്ക് ലംഘിക്കാനും സാധാരണക്കാർക്ക് പാലിക്കാനുമുള്ളതാണ്. അതാണ് ഇറാനിലെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ മകളുടെ മാറിടം കാണിച്ചിട്ടുള്ള ചിത്രം. മത നേതാക്കൾക്ക് ലംഘിക്കാനുള്ള നിയമങ്ങളും സാധാരണക്കാരന് പാലിക്കാനുള്ള നിയമങ്ങളും. അതാണ് എല്ലാ നിയമങ്ങളുടെയും പ്രത്യേകത, എസ്പെഷ്യലി ഇറാന്റെ മത നിയമത്തിന്റെ പ്രത്യേകത. ഇപ്പോ ലീക്കായിട്ടുള്ള ചില ഫോട്ടോസും ചില വീഡിയോസും ഇറാനിന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ ഉപദേഷ്ടാവ്, മുഖ്യ ഉപദേഷ്ടാവ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മതം തലയ്ക്കു പിടിച്ചിരിക്കുന്ന മത മാലിന്യം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന മത ക്യാൻസർ രോഗിയായിട്ടുള്ള അലി ഷംഖാനിയുടെ മകളുടെ വിവാഹത്തിന്റെ വീഡിയോസും ചിത്രങ്ങളുമാണ് ഇന്ന് വിദേശ മാധ്യമങ്ങൾ പോലും ഇറാനെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് കാരണം ആയിരിക്കുന്നത്. ഇപ്പോ ഈ ഖുർആനിനകത്തെ തന്നെ ചില വചനങ്ങൾ എടുത്ത് ദി സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിലാണ് നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ തലയെടുക്കാൻ ഇനാം പ്രഖ്യാപിച്ച ഈ ആയത്തുള്ള അലി ഖുമേനിയുടെ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, 19 വർഷങ്ങൾക്ക് മുമ്പാണ് ഇയാള് നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ തലയ്ക്ക് വില പറയുന്നത്. 24-കാരനാണ് ആ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത്. ഇവർക്ക് പറഞ്ഞു പോയാൽ മതി. അതുപോലെ ഇന്ന് PFIയുടെ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നടപ്പിലാക്കുന്നത് എത്രയെങ്കിലും പ്രായമുള്ള 16 17 വയസ്സൊക്കെയുള്ള ആളായിരിക്കും. കാരണം ഈ നിയമം ഇങ്ങനെ നിലനിൽക്കുവാണല്ലോ, ഇനാം ഇങ്ങനെ നിലനിൽക്കുവാണല്ലോ. അപ്പോ എന്തായിരുന്നാലും അടുത്തിടെ പുറത്തു വന്ന ഒരു വിവാഹ വീഡിയോ, വധു പാശ്ചാത്യ രീതിയിലുള്ള വെളുത്ത ഓഫ് ഷോൾഡർ ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. ശിരോവസ്ത്രം ധരിച്ചിട്ടുമില്ല. അപ്പോ പ്രവാചകനെ സ്വർഗവും നരകവും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ബുറാക്ക്, ആ സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും ചർച്ച ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ആ വിഷയമൊന്നും തൽക്കാലം ചർച്ചയ്ക്ക് എടുക്കണ്ട എന്നാണ് മതനേതാക്കൾ പറയാറുള്ളത്. ഹിജാബ് ധരിക്കാത്ത, അപ്പിക്കുപ്പായം ധരിക്കാത്ത, ഇടതൂർന്ന കാർക്കൂന്തൽ അങ്ങനെ കുളിച്ചു കഴിഞ്ഞിട്ട് അഴിച്ചിടുന്നത് പോലെ അഴിച്ചിട്ട, അടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ, ഫുള്ളി മേക്കപ്പിൽ വന്ന് നിൽക്കുന്ന ബുഹൂറി ബുറാക്കിനോടൊപ്പം പ്രവാചകൻ പിടിക്കാൻ ഒരു വള്ളി പോലും ഇല്ലാതെ എങ്ങനെയാ പെണ്ണിന്റെ പുറത്ത് കയറി ആയിരക്കണക്കിന് മൈലുകൾ സഞ്ചരിച്ചു പോയി എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? പെണ്ണിനെ ടച്ച് ചെയ്യാനെങ്കിലും പാടണം, നബിക്ക് കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഇത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. അപ്പോ ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള അതേ സ്ഥാനമുള്ള പരമോന്നത നേതാവ് എന്ന പദവി നൽകിയിട്ടുള്ള
അലി ഷംഖാനിയുടെ മകൾക്ക് മാറുമറയ്ക്കണ്ട. സാധാരണ സ്ത്രീകളെ ഹിജാബ് ധരിക്കാൻ നിർബന്ധിക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് ഈ സംഭവം വെളിവാക്കുന്നത്. ലോ നെക്ലസ് ഉള്ള, പിന്നെ അവര് ധരിച്ചിരിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ്. അതായത് മൊത്തം ശരീരത്തിന്റെ ഭാഗങ്ങളും പുറത്താണ്. ആ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ആ ചിത്രങ്ങളൊക്കെ വൈറലാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. നോക്കിക്കേ, കുഴപ്പമൊന്നുമില്ലല്ലോ. മഹ്സ അമീനിക്ക് തലമുടി കാണിക്കാൻ പാടില്ലായിരുന്നു. ആയത്തുള്ള അലി ഖൊമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള പരമോന്നത നീതിപീഠത്തിലിരിക്കുന്ന പരമോന്നത നേതാവിന്റെ മകൾക്ക് മുലകള് കാണിക്കുന്നതിന് പ്രശ്നമില്ല. കണ്ടില്ലേ? ഇതാണ് എല്ലാ നാട്ടിലെയും മത നിയമങ്ങളുടെ പ്രത്യേകതകൾ. അവർക്ക് ഈ മത നിയമങ്ങൾ വളരെ നല്ല രൂപത്തിൽ ലംഘിക്കാം, ഒരു പ്രോബ്ലവുമില്ല. തന്ത അടുത്ത് തന്നെയുണ്ട്, തന്തയുടെ അസാന്നിധ്യത്തിലല്ല. കണ്ടോ? ഒരു പ്രോബ്ലവുമില്ല. അതാ പറഞ്ഞത്, ഈ നിയമങ്ങൾ അവർക്ക് ലംഘിക്കുന്നതിന് കുഴപ്പമില്ല. സൗദി അറേബ്യ ആയിരുന്നാലും അതുപോലെ UAE ആയിരുന്നാലും നമ്മൾ കാണുന്നില്ലേ അവിടത്തെ ഒക്കെ നിയമങ്ങൾ എങ്ങനെയാണെന്ന്? ഇത്രേ ഉള്ളൂ ഇവിടെയും വിഷയങ്ങൾ. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ വിഷയങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല, അത് ഇറാനിലാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് മുഖം മറയ്ക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഐഡന്റിറ്റി മറയ്ക്കണം. അതല്ലെങ്കിൽ ഹിജാബ് ധരിക്കാൻ ഞങ്ങളെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആ സ്കൂളുകൾ ബോംബ് വെച്ച് തകർക്കാൻ വരെ ഞങ്ങൾ മുന്നോട്ട് വരും. കേരളത്തിലെ കാര്യമാണേ. ഒരുത്തൻ എഴുതിയ കമന്റാണ്, ഹിജാബ് ധരിക്കാൻ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുടെ ലിസ്റ്റുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന്. പേടിപ്പിക്കുന്നത് കണ്ടോ? പേടിപ്പിക്കാം. പക്ഷേ ഇവരുടെ ഒരു തരത്തിലുള്ള ഗ്വാഗ്വാവിളികളിലും ഭയക്കാതെ ഒരു സിസ്റ്റർ അങ്ങോട്ട് നിവർന്ന് നിന്നപ്പോൾ ഇവരുടെ എല്ലാം കിട്ടും. ഇവർക്ക് പിന്നെ ഹിജാബ് വേണ്ട, അപ്പിക്കുപ്പായം വേണ്ട, ഇവർക്ക് മത നിയമങ്ങൾ പാലിക്കണ്ട. എന്തുവാണ് ഇതൊക്കെ? ഒരു MP ഹൈബി ഈഡൻ വന്ന് പറയുമ്പോഴേക്ക് നിങ്ങളുടെ മതവും മത നിയമങ്ങളും ഒക്കെ കാറ്റിൽ പറത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതമല്ല നിങ്ങൾക്ക് പ്രശ്നം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ പൂട്ടിക്കാനുള്ള നിങ്ങളുടെ അജണ്ടകളാണ് ഇതൊക്കെ എന്ന് മതേതര കേരളം തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബിന് വേണ്ടിയുള്ള സമരം. എന്നിട്ട് 7 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുഞ്ഞൈഷയെ ഇറക്കി അടുത്ത നാടകം ഇവര് കളിച്ചു. 7 വയസ്സുള്ള കുഞ്ഞൈഷ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്റെ തട്ടം കാണുമ്പോൾ പേടിയുണ്ടോ? കൊച്ചേ, നിന്റെ തട്ടം കാണുമ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കോ ഇവിടെയുള്ള ഹിന്ദുക്കൾക്കോ അല്ല കൊച്ചേ പേടി, നിങ്ങളുടെ ഉസ്താദുമാരെ പേടിച്ചാ മതി. ഉസ്താദുമാരെ പേടിച്ചാ മതി. അല്ലാതെ മറ്റവരൊക്കെ മതേതരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ അമ്മയെയും മകളെയും പെങ്ങളെയും തിരിച്ചറിയുന്ന കാലാവസ്ഥയിൽ വളർന്നു വന്നവരാ. അവരാരും അമ്മയെ ഭോഗിക്കണമെന്ന് പഠിക്കുന്നവരല്ല. എന്റെ പറമ്പിൽ ഒരു വാഴ നട്ട് ആ വാഴ കുലച്ചാൽ ആ വാഴക്കുലയിലെ പഴം ഞാൻ തിന്നണോ നീ തിന്നണോ എന്ന് ചോദിച്ച സ്വന്തം മകളുടെ വയറ്റിൽ ബീജം നിറച്ചു കൊടുത്ത പിതാവിന്റെ വീട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലായിരുന്നു.
ഇത്രയ്ക്കുള്ള വെളിവേ ഇവർക്കുള്ളൂ. അതുകൊണ്ട് കൊച്ചു വെളുപ്പാങ്കാലത്ത് അപ്പിക്കുപ്പായവും ഇട്ട് ഇങ്ങനെ പൊതച്ചു മൂടി ഉസ്താദിന്റെ മുമ്പിൽ പോയി ഭയചകിതരായിരിക്കുന്ന മക്കളെ, നിങ്ങളെ കണ്ടാൽ കുരുക്കൾ പൊട്ടുന്നതും നിങ്ങളെ കണ്ടാൽ ഉടനെ ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നതും പീഡോഫൈലുകളായിട്ടുള്ള ഉസ്താദുമാർക്കാണ്. ഇവിടത്തെ മതേതര മലയാളിക്കരയ്ക്ക് നിങ്ങളെ കണ്ടാൽ പൈതലുകൾ സ്വന്തം കുഞ്ഞുങ്ങളോടുള്ളതുപോലെയുള്ള സ്നേഹവാത്സല്യങ്ങളും ശ്രദ്ധയും മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് കുഞ്ഞ് പഠിച്ചു, കുഞ്ഞൈഷ പഠിച്ചു മിടുക്കിയായി നാളെ സമ്മാനം വാങ്ങാൻ പൊതുവേദിയിൽ കുഞ്ഞിന് പോകാൻ പറ്റില്ല. കുഞ്ഞിന്റെ തട്ടം കാണുമ്പോൾ ഹാലിളകുന്ന അബ്ദുള്ള മുസ്ലിയാക്കന്മാരുണ്ട് ഇവിടെ. അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കുഴപ്പമില്ല മോളെ. നീ പഠിച്ചു മിടുക്കിയായി നീ എങ്ങാനും ഏതെങ്കിലും ഒരു MP-യുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വേദിയിലേക്ക് കയറിയാൽ കുരു പൊട്ടുന്ന മത നേതൃത്വമുണ്ട് മോളെ ഇവിടെ. നീ പഠിച്ചു ഡോക്ടറായി ഏതെങ്കിലും ഒരു കാഫിറിനെ ചികിത്സിച്ചാൽ കുരുക്കൾ പൊട്ടുന്ന മത നേതാക്കന്മാരുണ്ട് കൊച്ചേ ഇവിടെ. അതുകൊണ്ട് നീ മുസ്ലിം ആയിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ, കാഫിറുകളുടെ ശരീരം തൊടാൻ പാടില്ല എന്ന് പറയുന്ന മത നേതാക്കളോടാണ് മോളെ നീ ചോദിക്കേണ്ടത്, എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് തോന്നുന്നു എന്ന്. എന്തായിരുന്നാലും കൊച്ചു വന്ന് അവർക്ക് തന്നെ പണി കൊടുത്തു എന്നതാണ് ശരി. കാരണം ഈ തട്ടമിട്ട കുഞ്ഞുങ്ങളെ കയറി പീഡിപ്പിക്കുകയും മദ്രസകളിൽ കുഞ്ഞുങ്ങൾക്ക് നിർഭയം പോയിരുന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് എവിടെയാണെന്നും ആർക്കാണെന്നും കൃത്യമായി എല്ലാവർക്കും അറിയാം മോളെ. അതുകൊണ്ട് ഈ കുഞ്ഞ് നല്ല രൂപത്തിൽ ഒരു താങ്ങ് കൊടുത്തത്, ഈ കുഞ്ഞിനെ ഈ വേഷം കെട്ടിച്ച് ഈ മത തീവ്രവാദം തലയിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊണ്ടുവന്ന് വേദി കൊടുത്തവർക്ക് തന്നെ നല്ല രൂപത്തിൽ പണി കൊടുത്ത ആ കൊച്ചിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സല്യൂട്ട് അടിക്കേണ്ടത്. നമ്മള് ഒരുപാട് കേട്ടതാണ് ഒരു ഓഡിയോ സന്ദേശം. എന്നാലും ഈ ഓഡിയോ സന്ദേശം ഈ സാഹചര്യത്തിൽ ഈ കുഞ്ഞൈഷ കേരളത്തിന്റെ മതേതരത്വത്തോട് എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ച സ്ഥിതിക്ക് തട്ടം കാണുമ്പോൾ വികാരം തോന്നുന്ന വികാര ജീവികളുടെ ആ കാമഭ്രാന്ത് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പറയുന്നു. നിങ്ങൾ ഒന്നുകൂടി അതൊന്ന് കേൾക്ക്. ഈ 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക, പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക, എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ. ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞ് ഇന്നിനെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത്. അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വിളിച്ചു ആദ്യം. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്നേ. അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ചപ്പോ നമ്മളെ മഹലിലുള്ള തന്നെ അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ട് എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ്. വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അന്നേരം പറഞ്ഞു മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസം 1-1.5-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തു പണി. ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഊരിപ്പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടത്തൊക്കെ രാവിലെ എണീച്ച് ചോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കല്ലേ.
അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്നു, അത്രേ ഉള്ളൂ. കാള ബഡ്കൂസ്. എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ. ഫുഡ് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഉസ്താദിന് കൊടുക്കണം. എന്റെ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം എന്തോ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, അങ്ങ് തിന്നൂടെന്ന് പറയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര്, ചോപ്പർ കൊടുത്ത് അല്ലോ ഇറച്ചി, മീന്, പത്തിരി, സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ, എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ. നടത്തി കൊടുക്കുക എല്ലാരും. മട്ടനേ ചപ്പാത്തി, പറ്റൂ. ചിക്കൻ കറിയും മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ട കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരിക്കുക, ഒഴിഞ്ഞ് 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 പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മോനിയന്മാര്. ഒരു മോലിയര് പറഞ്ഞാ പോലെ എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാര് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാണെന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്. പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, അതെ, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് പർദ്ദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. കൊടുക്ക്. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. എങ്ങനെയുണ്ട്? ഇതാരും നമ്മൾ പറഞ്ഞാലാണ് ഇവിടെ പ്രശ്നം. എല്ലാവർക്കും അറിയാം, ആരും ഇത് പറയില്ല. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ? ഞമ്മന്റെ മതമല്ലേ, ഉസ്താദുമാരല്ലേ. സ്വന്തം മതത്തെ അവഹേളിക്കാനും സ്വന്തം മതത്തെ പറയിപ്പിക്കാനും ആരെങ്കിലും തയ്യാറാകുമോ? ഇല്ല. അപ്പോൾ കുഞ്ഞൈഷ പറയണം, ഉസ്താദുമാർക്കാണ് എന്റെ തട്ടം കാണുമ്പോൾ കുരു പൊട്ടുന്നതെന്ന്. തട്ടമിട്ടാലും വേണ്ടില്ല, പറുത ഇട്ടാലും വേണ്ടില്ല, ബിക്കിനിയാണെങ്കിലും തുണി ഉടുത്തിട്ടില്ലെങ്കിലും ഉടുത്താലും പെണ്ണാണ് എന്ന് കണ്ടാലുടനെ ഉദ്ധാരണമുണ്ടാകുന്ന സ്വയംഭോഗികളും ശിശുപീഠകന്മാരും മൃഗഭോഗികളുമായിട്ടുള്ള, താത്ത പറഞ്ഞു കേട്ടില്ലേ, 90% വരുന്ന ഉസ്താദുമാരോടുമാണ് കുഞ്ഞൈഷ ചോദിച്ചത്, എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന്. ക്രിസ്ത്യാനികളോടല്ല. അവര് തന്നെ കൊണ്ടുവന്ന് അവർക്കിട്ട് തന്നെ കുഞ്ഞൈഷ പണി കൊടുത്തു. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് കേട്ടോ. അതല്ലാതെ മദ്രസകളിലൊന്നും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒന്നും കേറിപ്പോയി പീഡിപ്പിച്ചിട്ടില്ലല്ലോ ഒരു കുട്ടിയെയും. ഉവ്വോ. സൺഡേ സ്കൂളിൽ പീഡനം നടന്നാൽ നമ്മൾ അവരെയും വിമർശിക്കും. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാതെ ഭോഗവസ്തുവായിട്ടാണ് കാണുന്നതെങ്കിൽ അത്തരക്കാരെ എവിടെ കണ്ടാലും ശരി, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ സംസാരിക്കും. അതല്ലാതെ അവരുടെ വേഷം കണ്ട്, അവരുടെ മതം കണ്ട്, രാഷ്ട്രീയം കണ്ട് നമ്മൾ ആരും പ്രതികരിക്കില്ല, എക്സ്പെഷ്യലി. അപ്പോ ഇറാനില് ഒരു കഷ്ണം തലമുടി കണ്ടതിന്റെ പേരില് ഒരു പെണ്ണിനെ, അതായത് 22-കാരിയായിട്ടുള്ള മഹ്സ അമിനിയെ മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും അടിവയറ്റിൽ ചവിട്ടിയും 3 ദിവസത്തോളം മതമര്യാദകൾ പഠിപ്പിക്കുന്ന മുറിക്കകത്തിട്ട് സദാചാര പോലീസ് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തു കൊന്ന നാട്ടിൽ ആ നിയമം എഴുതി പിടിപ്പിച്ചു പാസാക്കിയ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ഷംഖാനിയുടെ മകൾ മാറിന്റെ 3/4 ഭാഗവും കാണിച്ച് വിവാഹത്തിന് വധുവായി ഒരുങ്ങി നിന്ന ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണക്കാർക്കാണ് മതനിയമങ്ങൾ പാലിക്കാനുള്ളത്.
അതല്ലാതെ ഇതുപോലെയുള്ള ഭരണചക്രം കൈയാളുന്ന ആളുകൾക്ക് ഈ മതനിയമങ്ങളൊന്നും വേണ്ട. ഇപ്പോ ലോ നെക്ക് ലൈൻ ഉള്ള സ്ട്രാപ്പ് ഇല്ലാത്ത വെള്ള ഗൗണാണ് ഷംഖാനിയുടെ മകൾ ധരിച്ചിരിക്കുന്നത്. ഈ വധു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഹാളിൽ പ്രവേശിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വിവാഹത്തിന് പെണ്ണിന്റെ സാന്നിധ്യമുണ്ടോ? വധുവിന്റെ സാന്നിധ്യം പാടില്ലല്ലോ. പക്ഷേ ഇറാനിൽ മൊത്തവും പാടില്ല. അതായത് ഭരണാധികാരിയുടെ മക്കൾക്ക് പാടുണ്ട്. അവരുടെ മക്കൾക്ക് ഇതൊക്കെയാകാം. വധു വരനിരിക്കുന്ന വേദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹറാമായിട്ടുള്ള സംഗീതം ആലപിക്കുവാണ്. വലിയ രൂപത്തിൽ ആർപ്പുവിളികളും കൈകൊട്ടലുകളും പാട്ടും വാദ്യോപകരണങ്ങളുടെ മ്യൂസിക്കുകളും കേൾക്കാം. ആ വീഡിയോയിലുണ്ട്. മ്യൂസിക് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ടെഹ്റാനിലെ എസ്പിനാസ് പാലസ് എന്ന് പറയുന്ന ആഡംബര ഹോട്ടലിലാണ് ആഡംബരമായിട്ടുള്ള വിവാഹ ചടങ്ങുകൾ നടന്നത്. പ്രവാചകന്റെ ലളിതമായിട്ടുള്ള ജീവിതത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിയായിട്ടുള്ള മതനേതാവ്, മതപണ്ഡിതൻ വാചാലമായി യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് മിണ്ടിയോ? ഇല്ല. ഇനി പറഞ്ഞുതരാം. ഈ വധുവിന് പുറമെ മറ്റ് ചില സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കാതെ ആ ചടങ്ങിൽ ഈ വധുവിനോട് ചുറ്റും കൂടിയിരിക്കുന്ന വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത്. ഇറാനിയൻ ഭരണകൂടം പാശ്ചാത്യ സംസ്കാരത്തെ എതിർക്കുകയും ഇസ്ലാമിക ആചാരങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യാൻ സാധാരണക്കാരെ നിർബന്ധിക്കുമ്പോൾ ഉന്നത തലങ്ങളിൽ ഇത്തരം ഉദാരമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നത് നീതിയാണോ എന്നാണ് വിമർശകർ പോലും ചോദിക്കുന്നത്. നിർബന്ധിതമായിട്ട് ഹിജാബ് നിയമം പാസാക്കിയ ഇറാനിൽ പബ്ലിക്കായിട്ട് മത നേതാക്കന്മാരുടെ, പരമോന്നത നേതാക്കന്മാരുടെ മക്കൾ അവരുടെ സാന്നിധ്യത്തിൽ ആ മതനിയമം വലിച്ചെറിയുന്നു. ഇറാനിലെ റെസ്റ്റോറന്റുകളിലെ ഹാളുകളിലെ പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പെണ്ണുങ്ങൾ അർദ്ധനഗ്നരായി വന്നു. ഹിജാബ് ധരിച്ചിട്ടുണ്ട്, പക്ഷേ മുടി പുറത്ത് കാണുന്നുണ്ട്. അവർ അവരുടെ ഭർത്താക്കന്മാരോടൊപ്പമല്ല വന്നത്. വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള സഹോദരൻ, പിതാവ്, അതല്ലെങ്കിൽ മകൻ, അതുമല്ലെങ്കിൽ ഭർത്താവ് അവരുടെയൊക്കെ കൂടെയല്ലാതെ വന്നു എന്നതിന്റെ പേരിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളാണ് ഇറാനിൽ ഇന്നും പൂട്ടിക്കിടക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യമുണ്ട്. ഈ അലി ഷംഖാനി എന്ന് പറയുന്നത് ആരാണ്? അയാളുടെ മകൾ അർദ്ധനഗ്നയായി വന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ആയത്തുള്ള അലി ഖുമേനി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവാണ് ഇയാള്. സൈനിക കമാൻഡറാണ് അലി ഷംഖാനി. ഇറാനിലെ കർശനമായിട്ടുള്ള ഹിജാബ് നിയമങ്ങളും പൊതുസ്ഥലത്തെ സദാചാര നിയമങ്ങളും ഓരോരുത്തരും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഓരോരുത്തരുടെയും പിന്നാലെ സദാചാര പോലീസിംഗ് നടത്തുന്ന, ശമ്പളം കൊടുത്ത് സദാചാര പോലീസുകാരെ ഡിജിറ്റൽ ക്യാമറയുമായി വിടുന്ന നേതാവാണിവര്. 2013 2023 ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഇറാനിലെ പരമോന്നത സുരക്ഷാ സമിതി അതിലെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ആയിരക്കണക്കിന് ആളുകളുടെ തലയെടുക്കാൻ, അവരെ അടിവയറ്റിൽ ചവിട്ടി പീഡിപ്പിച്ചു കൊല്ലാൻ, ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ, മതനിയമങ്ങൾ പാലിച്ചില്ല എന്ന കാരണത്താൽ ടെറസിന്റെ മുകളിൽ നിന്ന് ചവിട്ടി താഴെയിട്ട് കൊല്ലാൻ ഉത്തരവിറക്കുകയും അത് മുമ്പിൽ നിന്ന് പാലിക്കുകയും ചെയ്ത
നേതാക്കന്മാരാണ് ആയത്തുള്ള അലി ഖുമേനിയും അദ്ദേഹത്തിന്റെ മുതിർന്ന ഉപദേഷ്ടാവും കമാൻഡോ നേതാവുമായിട്ടുള്ള അലി ഷംഖാനി. അവരുടെ അലി ഷംഖാനിയുടെ മകളാണ് ഇന്ന് ഈ വേഷത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇതൊരു ചെറിയ കാര്യമാണോ? ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് മത പോലീസ് തല്ലിച്ചതച്ച 2022 എല്ലാ മാധ്യമങ്ങളിലും കൊണ്ടുപിടിച്ച വാർത്തയായിരുന്നു മഹ്സ അമിനിയുടേത്. ഈ മഹ്സ അമിനിയെ കൊന്നതിന്റെ പേരിൽ ഇറാൻ ഇളകി മറിഞ്ഞു. ആ ഇറാനെ അടിച്ചമർത്താൻ മഹ്സ അമിനിയെ പോലെ ഇനിയും ഒരു പെണ്ണിനും ഈ അവസ്ഥ വരരുത് എന്ന് പറഞ്ഞ് ആണും പെണ്ണും ഭേദമന്യേ എല്ലാവരും രംഗത്തിറങ്ങി ഒരു ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങൾ നടത്തി. ശക്തമായ രൂപത്തിൽ അതിനെ മുന്നിൽ നിർത്തി അടിച്ചമർത്തിയ എതിർ ശബ്ദങ്ങളെയൊക്കെ വാളിനും തോക്കിനും കീഴ്പ്പെടുത്തിയ നേതാവായിരുന്നു അലി ഷംഖാനി. 22-കാരിയുടെ മരണം ഇറാനിൽ മാത്രമല്ല ലോക രാജ്യങ്ങളിൽ മുഴുവനും വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് ഖുർആനുകളും ഹിജാബുകളും പർദകളും മതഗ്രന്ഥങ്ങളുമൊക്കെ ഇറാനിലെ സ്ത്രീകൾ ഓരോ തെരുവുകളിലും കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്തത്. സമയം പറഞ്ഞ് പ്രസ് മീറ്റ് നടത്തി ഇന്ന ദിവസങ്ങളിൽ ഇതാ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഖുർആനുകൾ കത്തിക്കുന്നുണ്ട്, പർദയും മക്കരയും ഊരിയിട്ട് കത്തിക്കുന്നുണ്ട്, മുടി മുറിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ ജനതയെ മുഴുവനും അതിലേക്ക് ആകർഷിപ്പിച്ച് ക്ഷണിപ്പിച്ച് നടന്ന ചടങ്ങുകളായിരുന്നു അത്. അങ്ങനെ രാജ്യവ്യാപകമായി ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്ന പ്രതിഷേധങ്ങളാണ് ആയത്തുള്ള അലി ഖുമേനിയും ഈ ഷംഖാനിയും ചത്തുപോയ ഇബ്രാഹിം റൈസിയും ഒക്കെ ഉൾപ്പെടെ അടിച്ചമർത്തുകയും കൊന്നു കൊലവിളിക്കുകയും ചെയ്തത്. 68 കുട്ടികളെയും 500-ലേറെ ആളുകളെയും ജയിലിനകത്ത് കൂട്ടിയിട്ട് തീ കൊടുത്ത നേതാവാണ് അലി ഷംഖാനി ഹിജാബിന്റെ പേരിൽ. നാട്ടുകാരായിട്ടുള്ള വനിതകളുടെ ഡ്രസ് കോഡ് ശക്തമായി നടപ്പിലാക്കുന്നതിനു വേണ്ടി 1 ലക്ഷത്തോളം, അതായത് 80,000 ചില്ലുവാനം സദാചാര പോലീസുകാരെ നിയോഗിക്കാൻ തയ്യാറെടുക്കുന്ന ഇറാനിലാണ് ആയത്തുള്ള അലി ഖുമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവിന്റെ മകൾ അർദ്ധനഗ്നയായി പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ വൈറലാകുന്നത്. അപ്പോൾ ഈ നിയമങ്ങളിലെ ഇരട്ടത്താപ്പുകൾ ചോദ്യം ചെയ്ത് ലോക രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഏത് കാര്യവും ചോദ്യം ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. നിങ്ങൾ എത്ര തന്നെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാലും ശരി, അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. ആ പുറത്തു വരുന്നതിന്റെ അലയൊലികളാണ് ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. എത്ര നാളെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ 6-ാം നൂറ്റാണ്ടിന്റെ മതനിയമം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്? എന്ത് നല്ല ഒരു രാജ്യമായിരുന്നു ഇറാൻ. മനുഷ്യനെ പോലെ ജീവിച്ചിരുന്ന ഇറാന്റെയും അഫ്ഗാന്റെയും ഒക്കെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ ഇന്നത്തെ ജനത അനുഭവിക്കുന്ന വേദനയിലുണ്ടല്ലോ, നമ്മൾ തരിച്ചിരുന്നു പോകും. കാരണം ഇന്ന് മതഭ്രാന്തന്മാർ ആ നാട് ഭരിക്കുന്നു, രക്ഷയില്ല. ആ മതഭ്രാന്തന്മാർ മതനിയമങ്ങൾ അവര് ലംഘിക്കുകയും സാധാരണക്കാരനെ ആ മതനിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആ ഷംസൂനെ പറഞ്ഞു വിട് റെനി. ഇത്തരം കീടങ്ങളെ ഒന്നും നമ്മുടെ ലൈവിനകത്ത് ഒരുപാട് അലോഡ് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യും, അബ്ദുൽ ജലീൽ പോയി മുട്ടത്തൈലം വാങ്ങി തെച്ചോ, ഒരല്പ ഉസ്താദിനും. ഇത്തരം കാര്യമൊന്നും നമുക്ക് ആവശ്യമില്ല.
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ ആവശ്യമില്ല. നമ്മളെ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, തലയ്ക്കകത്ത് മതം നിറയാത്ത, മതതീവ്രവാദികളല്ലാത്ത, ജിഹാദികളല്ലാത്ത ആളുകൾ മാത്രം ഇതിനകത്ത് നിന്നാ മതി. ഇപ്പോ ഞാനാണ് പറയുന്നത്, ഞാൻ ഏകദേശം ഏത് വിഷയത്തെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്, എൻ്റെ നിലപാടുകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെയുള്ളവർ നിന്നാ മതി. അല്ലാത്തവര് ഇതിനകത്തേക്ക് നിൽക്കണമെന്നില്ല. അപ്പോ നോക്കണം, ഇറാൻ പോലെ ഒരു രാജ്യം ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്ന ഒരു രാജ്യം പോലും ഹിജാബ് വലിച്ചെറിഞ്ഞ് മാനവികതയുടെ തട്ടിലേക്കുയരുമ്പോൾ ഇവിടെ കുറെ എണ്ണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഇരച്ചു കയറി അവിടെ അപ്പിക്കുപ്പായം വേണമെന്ന് പറഞ്ഞ് മത്സരങ്ങൾ ഉണ്ടാക്കുക. ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും അടപടലം പൂട്ടാൻ ശ്രമിച്ചിട്ടും സെന്റ് റീത്ത സ്കൂൾ ഇപ്പോഴും അങ്ങനെ തന്നെ അവരുടെ മതനിയമങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കും, അല്ലേ? ഇവര് എന്തെല്ലാം രൂപത്തില് ഒടുവില് ഈ KG കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന സമയമായിരുന്നേ, പോപ്പുലർ ഫ്രണ്ടുകാരെയും വിളിച്ചു വാപ്പായുടെയും മോളുടെയും ഒരു നാടകം സ്കൂളില്. അബൂബക്കർ പോയിട്ടേ ഒരു മൂലയ്ക്ക് പോയിരിക്കും, ചെല്ല സുബ്ഹാനല്ല പറഞ്ഞുകൊണ്ട് പോയിരിക്കും. അബൂബക്കറെ പോയിക്കും. അബൂബക്കറിന് നമുക്ക് ആവശ്യം. ഐഷു പോയി ഒരു കാര്യം ചെയ്യും. ഐഷു വ്യഭിചാരത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാക്ക ഇപ്പൊ വരും, ചെല്ല പോയി അവിടെ ഇരുന്നു. ഷംസു ഒരു കാര്യം ചെയ്യും, മദ്രസയിൽ പോയിട്ട് ഉസ്താദിന് അല്പം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക, ചെല്ല. നിങ്ങളെ ഒന്നും ഇവിടെ എനിക്ക് ആവശ്യമില്ല. ഷാള് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് എവിടെ ഇടണം എന്ന് ഞാൻ തീരുമാനിക്കും. അതിന് ആർക്കാ കണക്ക് തരേണ്ടത്? ആർക്കാ കണക്ക് തരേണ്ടത്? ഞാൻ എന്ത് വേഷം ധരിക്കാമെന്ന് നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണോ അല്ലേ? ഇത് എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? അങ്ങനെയൊന്നും വന്നേ ഇവിടെ എന്നെ പേടിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. വീട്ടിൽ പോ, ചെല്ല. വീട്ടിലെ കച്ചവട ചരക്കായിട്ട് ആളെ ഇരുത്തിയിട്ടുണ്ടാവും, അവരോട് മതി നിങ്ങളുടെ ഈ മതനിയമങ്ങളൊക്കെ, എന്നോട് വേണ്ട. അപ്പോ അതെ, തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ള ആളുകൾ മാത്രം ഇതിനകത്ത് നിന്നാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ദഹിക്കില്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. തലയ്ക്കകത്ത് ആള് താമസമുള്ള, ലിംഗം കൊണ്ട് ചിന്തിക്കാത്ത, തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ശരി, ആമീൻ, അള്ളാഹു ബുദ്ധി കൊടുക്കട്ടെ എന്ന്. ശരി, അങ്ങനെ സമാധാനം. അതെ, സാധ്യത വഴിവെളിച്ചവളാണ്, സമ്മതിക്കും. എനിക്കില്ലാത്ത വേദന നിനക്ക് വേണ്ട. നീ സന്മാർഗത്തിലാണല്ലോ, നിനക്ക് സ്വർഗവും കിട്ടിയില്ലേ, മതി, വെച്ചോണ്ടൊരിടത്ത് പോയി ഇരിക്കും, ചെല്ലാം. ആ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് നോക്കി 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 സമാധാനിക്കും, ചെല്ലാം. എടാ നാറികളെ, നിനക്കൊക്കെ സ്വർഗം കിട്ടിയോ? എന്നിട്ടു മതി എന്റെ നരകത്തെ കുറിച്ച് നീയൊക്കെ മോങ്ങുന്നത്, കേട്ടോ? നിങ്ങളെ ആരെയും ഞാൻ ഇവിടെ വിളിച്ചിട്ടില്ല. അപ്പോ ഇറാൻ പോലെ റിജിഡായി ചിന്തിക്കുന്ന മതതീവ്രവാദികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾ ഹിജാബും ഖുർആനും കൂട്ടിയിട്ട് കത്തിക്കുന്ന നിലയിലേക്ക് വളരുന്നു. അവർ പൂർണ്ണ നഗ്നരായിട്ടാണ് ആയത്തുള്ള അലി ഖുമേനിയുടെ ചിത്രമടക്കം കത്തിച്ച് പ്രതിഷേധിച്ചത്. നഗ്നരായിട്ടാണ് അവർ പ്രതിഷേധിച്ചത്, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ് നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലഘട്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് കുറച്ചാളുകൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ജിഹാദികളും കമ്മികളും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്ന് പൊരുതിയിട്ടും കേരളത്തിലെ
വിലക്കെടുത്ത സകല മാധ്യമങ്ങളും കാട്ടയ്ക്ക് നിന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിനെതിരെയും പ്രിൻസിപ്പൽക്കെതിരെയും ബോഡി ഷെയ്മിങ് വരെ നടത്തി മതഗ്രന്ഥം കയ്യിൽ പിടിച്ചു ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു ഭീഷണിപ്പെടുത്തലിനും ഒരു വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒരു കൊലവിളികൾക്കും ഒരു ട്രോളിങ്ങിനും വശംവദയാകാതെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും വിമർശിച്ചാലും അവഹേളിച്ചാലും തളരാതെ ഭയപ്പെടാതെ വീറും വാശിയോടുകൂടിയും തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ സ്ഥാപനത്തിന്റെ നിയമങ്ങളിലെ ഒരു മുക്കിനും മൂലയ്ക്കും പോലും വ്യത്യാസം വരുത്താൻ തങ്ങൾ തയ്യാറല്ല എന്നും പ്രഖ്യാപിക്കുകയും അങ്ങനെ നിലപാടെടുക്കുകയും ചെയ്ത സിസ്റ്റർ ഹെലീന, അവരെയാണ് ഇന്ന് കേരളം നിലപാടുകളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് അവരുടെ മതങ്ങളിൽ മാത്രമല്ല വിശ്വാസമുള്ളത്, മാനവികതയിലും അവർ വിശ്വസിക്കുന്നു. ഓരോ മനുഷ്യനും അതിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒരു തത്രപ്പാടിലും ഒരു ഭീഷണിയിലും ഞങ്ങൾ വീടില്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ പാലിക്കാനും ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് ഓരോ കുട്ടിക്കും പാരൻസിനും അധ്യാപകർക്കും കൊടുക്കേണ്ടുന്ന റൈറ്റ്സ് കൊടുക്കാനും ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങൾ 6-ാം നൂറ്റാണ്ടിന്റെ മതനിയമങ്ങളിൽ നിന്നല്ല ധാർമ്മികത പഠിച്ചത് എന്നവര് വിളിച്ചു പറയുമായിരുന്നു. അവരുടെ ചിരി കണ്ടപ്പോൾ അയ്യോ പ്രാകൃതമായി തോന്നി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. നീയൊക്കെ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഒന്ന് ചിരിച്ചു നോക്കിക്കേടാ. അവരുടെ ഇംഗ്ലീഷ് കുഴപ്പം. എന്നിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രിയോട് നിങ്ങൾ തിരുവനന്തപുരം എന്നൊന്ന് പറയാൻ പറഞ്ഞു നോക്കൂ. എന്നിട്ട് 5934 എന്നൊന്ന് എഴുതിയിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞു നോക്കൂ. 5934 എന്ന് വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോ തന്ത്രപൂർവം നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരവും അറിവും ഒക്കെ മാനിക്കാൻ നിങ്ങൾ മറന്നില്ല. എന്നിട്ട് സിസ്റ്ററുടെ ഇംഗ്ലീഷ്, അവരുടെ വേഷം, അവരുടെ ചിരി, അവരുടെ മുഖം ഉളുപ്പാകുന്നില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തിയാൽ ഉടനെ ശരി എന്നാ പിന്നെ താത്തായും കാക്കായും ഹിജാബോ മക്കനെയോ കന്തൂറയോ എന്തെങ്കിലുമൊക്കെ ബല ഇട്ടിട്ട് അതിനകത്തേക്ക് വരട്ടെ എന്ന് വിചാരിച്ചോ? അപ്പോ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത് നിങ്ങൾ കാണിക്കുന്ന ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഉടനെ എടുത്തിരിക്കുന്ന നിലപാടുകളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും പിന്നോട്ട് പോകുന്ന ആളുകളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. സിസ്റ്റർ ഹെലീനയെ പോലെയുള്ള ആളുകളെ ഇനിയും നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇറാനിലെ പരമോന്നത നേതാക്കളുടെ മക്കൾക്ക് നിങ്ങൾ ഒരു ഹിജാബ് വാങ്ങിക്കൊടുക്ക ചെല്ല്. UAE-യില് ട്രംപ് വന്ന സമയത്ത്, അതുപോലെ MBSന്റെ അടുത്ത് ട്രംപ് വന്ന സമയത്ത് അവരെയൊക്കെ ആദരിച്ച പെണ്ണുങ്ങളെ പോയി ഒന്ന് നോക്ക് ചെല്ല്. അറേബ്യൻ ഭരണകൂടത്തിനു മുമ്പിൽ മുടിയാട്ടിയ ആളുകളെ കണ്ടിരുന്നോ നിങ്ങൾ? ട്രംപിനെ സ്വീകരിച്ചതാ. ആ പെണ്ണുങ്ങൾ ഏത് അപ്പിക്കുപ്പായത്തിനകത്താണ് ഇരുന്നത്? നാണവും മാനവും ഉളുപ്പുമില്ലാത്ത വർഗങ്ങളെ. അതിനെ ഒന്നും വിമർശിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? UAE ഭരണാധികാരിയുടെ മകൾ ഷെയ്ഖ മെഹ്റയ്ക്ക് നിങ്ങൾ പിരിവിട്ടൊരു തട്ടം വാങ്ങിച്ചു കൊടുക്ക ചെല്ല്. MBSന്റെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ ചെന്നൊരു തട്ടം വാങ്ങിച്ചു കൊടുക്ക ചെല്ല്. സബി യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി സെക്സ് പറഞ്ഞു സുഖിക്കുന്ന ഉസ്താദുമാർക്ക് ഒരു കുഞ്ഞു പുസ്തകം വാങ്ങിച്ചു കൊടുക്ക, തൽക്കാലം ഒരു കൈപ്പുസ്തകം. എന്നിട്ട് സാബിയും അവിടേക്ക് തന്നെ ചെല്ല്. നിങ്ങൾക്കൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ.
അവരൊക്കെ പറയുന്നതേ നിങ്ങൾക്ക് ദഹിക്കൂ. ഇവര് വിചാരിച്ചു ഈ തട്ടത്തിന്റെ പേരില് ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മതമാണല്ലോ, പെട്ടെന്ന് തന്നെ ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞൈഷയെ മുമ്പിൽ നിർത്തി ഇവര് തട്ടത്തിൽ പിടിച്ച ഒരു നാടകം കളിച്ചു. വാപ്പയും മകളും നടത്തിയ നാടകം പരാജയപ്പെട്ടപ്പോൾ അടുത്ത നാടകം കുഞ്ഞൈഷ തിരശീല പൊക്കുമ്പോൾ. ശരി, അങ്ങനെ കുഞ്ഞൈഷയുടെ തട്ടവും വലിച്ചു കീറി അടിയും കൊടുത്തു വിട്ട ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് കേരളം സല്യൂട്ട് അടിക്കുന്നത്. എന്റെ തലയിലെ തട്ടം നിങ്ങൾക്ക് പ്രശ്നമാണോ? 9 വയസ്സുകാരനായിട്ടുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി അരിയും മലരും കുന്തിരിക്കവും ഒക്കെ മുദ്രാവാക്യം വിളിപ്പിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറവും നടത്തുമെന്ന് ഈ കേരളത്തിനറിയാം. നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് അതേ ഒരു സ്ഥാപനത്തിൽ 140ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നു. അവർക്ക് ആർക്കും തട്ടം വേണ്ട, മതം വേണ്ട. പെട്ടെന്ന് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അതുവരെ തട്ടം വേണ്ടാതിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒക്ടോബർ 7-ാം തീയതി ഒരു തട്ടം വേണ്ടി വന്നു. ഈ ഇന്റൻഷൻ മനസ്സിലാക്കാൻ ഒരു ഇറാൻ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് ഡിഗ്രി എടുക്കണ്ട, ഒരു ഐസിസിന്റെ മത നിയമങ്ങളും പഠിക്കണ്ട. തട്ടമാണോ നിങ്ങളുടെ പ്രശ്നം? ഈ തട്ടമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് നിന്റെ ഒക്കെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് ഈ തട്ടം തലയിലിട്ട് ഞാനും അങ്ങോട്ട് പറയുക. എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയ തട്ടം എവിടെ ഇടണം? ഇടണോ വേണ്ടേ? ചുരുട്ടിക്കൂട്ടി മൂലക്കെറിയണോ, ചവിട്ടിത്തേക്കണോ, വലിച്ചു കീറണോ, തോളിലിടണോ, തലയിലിടണോ, അതോ കോണകമാക്കണോ എന്നത് എന്റെ തീരുമാനമാണ്. അപ്പോൾ എന്റെ തലയിൽ കിടക്കുന്ന ഈ തട്ടം നീയൊക്കെ കാണുന്ന കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഇത് മതത്തിന്റെ രൂപത്തിലാണ് ഞാൻ അണിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങളുടെ വിചാരം. ഈ തട്ടം കാപഢ്യത്തിന്റെ പ്രതിരൂപമായി മുസ്ലിങ്ങൾ ധരിക്കുന്നതാണെന്നും അവർക്ക് ഏത് രൂപത്തിലും അഴിഞ്ഞാടി ജീവിക്കാൻ വേണ്ടിയുള്ള മറയായിട്ട് അവര് കാണുന്നതാണ് ഈ അപ്പിക്കുപ്പായം എന്നുമാണ് ഒരു വിഭാഗം ആളുകൾ കാണുന്നതെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടാണ്. തട്ടമിട്ടിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് സുഖമാണോ എന്ന് ചോദിച്ചൊരു ലൈവിൽ വന്നു കഴിഞ്ഞാൽ അത് മതമാണെന്നും ഞാൻ ഇടുമ്പോൾ അത് മതത്തെ അവഹേളിക്കലാണെന്നും നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഈ തട്ടം ഞാൻ ഇടുന്നത് നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടാനാണ്. എന്തേ കുഴപ്പം? നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടിക്കുക എന്നത് തന്നെയാണ് എന്റെയും വിഷയം. എന്റെ ആഗ്രഹവും അത് തന്നെയാണ്. തട്ടമിട്ട് തന്നെയാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞൈഷയ്ക്ക് തട്ടമിട്ടിട്ട് ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, പബ്ലിക് വേദിയിൽ വന്നൊരു കുഞ്ഞൈഷയെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന് തന്നെ ഞാനും പറയാം. കുട്ടികളിലൂടെ മതവിദ്വേഷം വളർത്തിയെടുക്കാൻ, അന്യമത വിരുദ്ധതകളും തീവ്രവാദങ്ങളും വളർത്തിയെടുക്കാൻ, ചേരിതിരിവുണ്ടാക്കാനും ഇന്നും ഇന്നലെയുമല്ല ഇവര് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അരിയും മലരും കുന്തിരിക്കവുമായി ഒരു 9 വയസ്സുകാരനെ മുൻനിർത്തി മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതിനെ എതിർത്തതുകൊണ്ട് ഒരു 7 വയസ്സുകാരിയെ മുൻനിർത്തി അതിനേക്കാൾ രൂക്ഷമായ മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കുറെ നാളായി കേരളത്തിൽ ഈ രൂപത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇവര് നിറയ്ക്കുന്ന മതവിദ്വേഷം, അന്യമത വിരോധത്തിന്റെ ആഴം എത്രമാത്രമാണെന്ന് നോക്കി നോക്കുക. അതിന്റെ ഒരു ചെറിയ ചില്ല്, തുള്ളിത്തെറിക്കുന്ന ചെറിയ ആ ഒരു കണികകൾ മാത്രമാണിത്. അപ്പോൾ അതിന്റെ ആഴവും പരപ്പും എത്രമാത്രമാണ് എന്ന് നോക്കി നോക്കുക.
മാഷിദ PV എന്ന ഒരു പെൺകുട്ടി വേദിയിൽ കയറി സമ്മാനം വാങ്ങാൻ തുടങ്ങിയപ്പോൾ പൊട്ടിയ കുരുക്കൾ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന പെൺകുട്ടി വേദിയിൽ കയറിയതിനുണ്ടാക്കിയ പ്രശ്നം. തട്ടമിട്ട പെൺകുട്ടി തട്ടമൂരി ചിലങ്ക കെട്ടി ക്ഷേത്രത്തിൽ നൃത്തം കളിച്ചു എന്നതിന്റെ പേരിൽ അതിന്റെ മാതാവ് മരിച്ചപ്പോൾ പോലും പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ സമ്മതിക്കാത്ത ഒരു പ്രശ്നം. എയ്ഡ്സ് ബോധവൽക്കരണത്തോടനുബന്ധിച്ച് ഒരു പെൺകുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കിയ പ്രശ്നം. ഇതൊന്നും ചെറുതല്ല. ഒരു പെൺകുട്ടി മലപ്പുറത്ത് സ്കൂട്ടർ ഓടിച്ചു എന്നതിന്റെ പേരിൽ അയൽവാസിയായ യൂസഫാണ് ആ പെൺകുട്ടിയുടെ കാല് തല്ലി ഒടിച്ചത്. അപ്പോൾ ഇവരുടെ ഇന്റൻഷൻ പെൺകുട്ടികൾ വിദ്യാസമ്പന്നരാകണമെന്നതാണോ? പൊതു സദസ്സുകളിൽ പെൺകുട്ടികൾ പഠിച്ചു മിടുക്കികളായി അവരുടെ കഴിവും മികവും തെളിയിക്കട്ടെ എന്നതാണോ? പെൺകുട്ടികൾ മുഖ്യധാരയിലേക്ക് വരുന്നതിനെ എതിർക്കുകയും പെൺകുട്ടികൾ സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കണ്ട, അവർ അപ്പിക്കുപ്പായം ധരിച്ച് കുട്ടികളുടെ മൂലം കഴുകിക്കൊടുത്തു വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞ റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിന്റെ മതമാണോ നിങ്ങൾ മുറുകെ പിടിക്കുന്നത്? അപ്പോൾ ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പോ അവരെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാതെ പോയ ആളുകൾ ഇന്ന് ചെറിയ കുട്ടികളെ മുൻനിർത്തി കളിക്കുന്ന ഈ നിലവാരം കുറഞ്ഞ നാടകമുണ്ടല്ലോ, ആളുകൾക്കറിയാം. ആ സുന്ന ആദ്യം മലയാളം നന്നായിട്ടൊന്ന് എഴുതാൻ പഠിക്കിച്ചല്ല, എന്നിട്ട് വാ. നീ ട്രൈസർ ഉടുത്താൽ മുസ്ലിങ്ങൾക്ക് എന്താ ഡീ ഒക്കെ സുന്ന. നിന്റെ തള്ളയെ വിളിക്കണം. നിന്നെ തൂറിയിട്ട ഒരു തള്ളയുണ്ടല്ലോ മോനെ, അവളെ വിളിക്കുന്ന എടി പൊടി ഡാഷിന്റെ മോളെ എന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, ഇവിടെ വന്നാൽ അടിച്ചാണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. മോൻ പോയി വീട്ടിലിരിക്കിച്ചല്ലേ. നിന്റെ തള്ള നിന്നെ പഠിപ്പിച്ച സംസ്കാരമാണ് നീ ഇവിടെ വന്ന് തൂറി മെഴുകുന്നത്. അതുകൊണ്ട് മോൻ പോയി ഒരു മൂലയ്ക്ക് പോയിരിക്കിച്ചല്ലേ. ഇവിടെ ഈ സൈസ് ഒന്നും എടുക്കത്തില്ല. അപ്പോ ഈ 7 വയസ്സുകാരിയെ മുൻനിർത്തി ഇവര് കളിച്ച നാടകവും 9 വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് കളിച്ച നാടകവും എന്തുകൊണ്ടാണ് സദസ്സിലേക്ക് കയറി വന്ന മാഷിദ PVയുടെ നീതിക്കു വേണ്ടി ഇവര് ശബ്ദിക്കാത്തത്? അബ്ദുറഹ്മാനെ, ഇത് നിന്റെ തന്ത വാങ്ങിയ തട്ടമല്ല. തന്തയ്ക്ക് വിളിപ്പിക്കാതെ ഇറങ്ങിപ്പോടാ ചെല്ലേ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ തട്ട, ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതാണ് അരവിന്ദ്. പബ്ലിക്കിലെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അവരെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിക്കേണ്ടത് അമ്മയിൽ നിന്നാണ്. ഉമ്മയിൽ നിന്ന് സംസ്കാരം പഠിക്കുന്ന ഇവന്മാരെ ലോകത്തുള്ള എല്ലാ ഉമ്മമാരോടും എല്ലാ ഉമ്മമാരുടെ മക്കളോടും ഇങ്ങനെയേ പെരുമാറും. ഇത് 6-ാം നൂറ്റാണ്ടിന്റെ മതം ഉൽപ്പാദിപ്പിച്ച മത സംസ്കാരമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവരോട് പറഞ്ഞിട്ട് കാര്യം. രഞ്ജിത്ത് അല്ല, രജിത്ത് ആണല്ലേ? ഓക്കെ. ഇരുപത് ശതമാനമൊന്നുമല്ല അരവിന്ദ്, ഇസ്ലാമിലെ ഏതാണ്ട് ഒരു 50% ആളുകളും മതം ഉപേക്ഷിച്ചു കഴിഞ്ഞു. നമുക്കിഷ്ടമായി ഈ തട്ടമിട്ടിരിക്കണം നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടുക എന്നുള്ളത് തന്നെ കേട്ടോ. എൻ്റെ അമ്മ എന്നെ രാജ്യസ്നേഹിയായി വളർത്തിയത് കൊണ്ടാണ് എൻ്റെ സംസ്കാരം ഈ രാജ്യത്തോട് ഒപ്പിച്ചു നിൽക്കുന്നത്. ഒരു മതതീവ്രവാദിയാകാനും സ്ത്രീകളെ ഭോഗവസ്തുക്കളാക്കാനും ആണുങ്ങളെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിപ്പിച്ചാൽ അവിടെ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന വിശ്വാസവും വലിച്ചെറിഞ്ഞത് ആ അമ്മ എനിക്ക് നല്ല മൂല്യബോധമുള്ള നോളജ് തന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മുമ്പേ ഒരു മൂലയ്ക്ക് എനിക്ക് ചെല്ല്, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഇനി ഹിജാബ് അനുവദിക്കണം എന്നിവർ പറയുന്നതിന്റെ ഇന്റൻഷൻ എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്ക്. ഹിജാബ് ധരിച്ചൊരു സ്ത്രീ വന്നു ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. ഹിജാബേ മറ്റൊരു രാജ്യത്തും നടക്കില്ലെന്നേ.
ശ്രദ്ധിച്ചു നോക്കിക്കോ. ഉടനെ ഒരു മത നേതാവും വന്നു അവിടെ കേട്ടോ. സെക്യൂരിറ്റി പോലീസ് അടിപൊളിയാണ്. നോക്കിക്കോ. പുറത്ത് ഇത്രയാണെങ്കിൽ അകത്ത് അതിനേക്കാൾ വിശാലമായ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. കണ്ടോ, പർദ്ദയിട്ട താത്തയാണ്. എങ്ങനെയുണ്ട് താത്താടെ വേഷം കണ്ടോ? ഓ, മുഖമൊക്കെ മറച്ച്. ഇവർക്ക് ഉമ്മറത്തൂടെയും മലദ്വാരിലൂടെയും ഇവർക്ക് സ്വർണം കടത്തണം. ഇവർക്ക് യഥേഷ്ടം ഇവിടെ മയക്കുമരുന്നുകൾ കൊണ്ടുവരണം. ഇവർക്ക് ആ രൂപത്തിൽ പണമുണ്ടാക്കണം. ഇവർക്ക് എന്തൊക്കെ ചെയ്യാമോ അത്തരം രീതികളെല്ലാം ഇവിടെ ചെയ്യാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. അതിനാണ് ഇവർക്ക് വ്യഭിചരിക്കണമെങ്കിൽ വ്യഭിചരിക്കണം, കള്ളക്കടത്ത് നടത്തണമെങ്കിൽ അത് ചെയ്യണം. അതിനൊക്കെയുള്ള മറയാണ് പലപ്പോഴും ഇവർക്ക് ഹിജാബ്. ഇതിനു മുമ്പ് നമ്മുടെ ബാലുവണ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഹിജാബ് ഇടുന്നത് ഇവർക്ക് പലതിനുമുള്ള മറയാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ. കാരണം അവന്റെ ഭാര്യ ഇവന്റെ കൂടെയും ഇവൻ മറ്റവന്റെ ഭാര്യയുടെ കൂടെയും ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പം ഈ വേഷമാണെന്നൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അയാളുടെ അനുഭവമായിരിക്കും അത്. ഇനിയും ഇവരുടെ ഇത്തരം തന്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ നടപ്പില്ല. അള്ളാഹുവിനെക്കാട്ടിൽ എത്രയോ നല്ലതാണല്ലോടാ ശൈത്താൻ. എത്ര നല്ലതാ. പടച്ചവനെ പോലെ എന്നെ തന്നെ ആരാധിക്കണമെന്നൊന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ആ പിശാചിനെ അത്രയ്ക്കും മോശമാക്കി നിങ്ങൾ കാണല്ലേ. അത്ര മുണ്ണകളല്ല പിശാചുകൾ. ഇബ്ലീസ് അള്ളാഹുവിനെക്കാട്ടിൽ എത്രയോ നൈതികതയുള്ളവർ, എത്രയോ മാനവികതയുള്ളവർ. അപ്പോ ഈ സ്ത്രീയെ സംബന്ധിച്ച്, അതായത് ഈ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ല, എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി ഉണ്ട്, അത് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണം എന്ന നിലപാടിൽ ഉറച്ചു നിന്ന സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളിന് സല്യൂട്ട് അടിക്കുന്നു. ഉസ്താദ് ടീച്ചറെ വലിച്ചു കീറുവാണ് ചെയ്യുന്നത്. മുഹമ്മദ് ഷെരീഫെ, മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്ന് കിടന്നു കൊടുത്തത് കൊണ്ടാണ് നിനക്ക് സംസ്കാരം പഠിക്കാൻ പറ്റാതിരുന്നത്. ഇത് എൻ്റെ ലൈവാണ്. ഇതില് ഏത് വിഷയത്തെ സംബന്ധിച്ചും എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പൊ ഇതിനകത്ത് വന്നിട്ട് നീ എന്നോട് നിർത്താൻ പറയുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നീ ഇത് നിർത്തിപ്പോകുന്നത്, അല്ലേ? കാറ്റടിക്കുന്ന ഭാഗത്തെല്ലാം വേലി കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഓരോരുത്തരും അവനവന്റെ ശരികൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരികൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മദ്രസയിൽ പഠിച്ചിട്ടുള്ള സംസ്കാരം. അതുകൊണ്ട് സ്കൂളുകളിൽ പോയി വിദ്യാഭ്യാസവും വിവരവും നേടുന്ന ഒരാൾക്കറിയാം അത് അവരുടെ ചാനലാ. എനിക്കവർ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമില്ല, ഞാൻ അവിടെ നിൽക്കരുത്, ഞാനാണ് പോകേണ്ടത്, അവരെ നിർത്തിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ എത്ര പേരെ നിങ്ങൾ നിർത്തിപ്പിക്കും? എത്ര പേരുടെ വായ നിങ്ങൾ അടപ്പിക്കും? ഏറ്റവും നല്ലത് വിവരമുള്ളവർക്കറിയാം. അതുകൊണ്ട് മോൻ ലിംഗത്തിൽ നിന്ന് കൈയെടുത്തിട്ട് തലച്ചോറ് ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഏത് വിഷയത്തെക്കുറിച്ച് പറയണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ അഭിപ്രായം പറയാനാണ് എൻ്റെ ചാനൽ. അപ്പൊ ഇത് കേൾക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരരുത്. നിങ്ങളെ ആരെയും നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല, നിർബന്ധവുമില്ല. അപ്പോൾ ഉസ്താദ് അവരെ പറയണത് കേട്ടോ. സമീപനം അതൊരു വൈകാരിക പ്രകടനമല്ല, ആഗോള വ്യാപകമായ ഒരു മുസ്ലിം സമൂഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലല്ല. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, സായാഹ്നങ്ങളിൽ, പള്ളികളുടെ മിഹ്റാബുകളിൽ, മിമ്പറുകളിൽ, പൊതുനിരത്തുകളിൽ, ഇടവഴികളിൽ, സ്കൂളുകളിൽ, കലാലയങ്ങളിൽ ഇട്ടുപൊട്ടു തിരിയാത്ത ബാലന്മാർ പോലും സ്കൂളിന്റെ ഉള്ളിൽ നടക്കുന്ന കലാമത്സരങ്ങളുടെ ഇടയിൽ പോലും പലസ്തീനികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോ മനസ്സിൽ അർബുദം. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലായില്ലേ? ഒരു ഹിജാബോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അല്ല ഇവർക്ക് സംസാരിക്കാൻ. ഇവർക്ക് പലസ്തീനു വേണ്ടിയല്ല, ഗാസയ്ക്കു വേണ്ടിയല്ല,
വേദനിക്കുന്നവനു വേണ്ടിയല്ല, ഹമാസിനു വേണ്ടി ശബ്ദിക്കാൻ സാധിക്കും. അത്ഭുതം ബാധിച്ച ചില ടീച്ചർമാരും അധ്യാപകർമാരും അവരുടെ മുമ്പിൽ തിരശ്ശീലകൾ മാറ്റി അവരെ ഈ ഐക്യദാർഢ്യത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്ന നമ്മുടെ ഈ കേരളത്തിന്റെ ഉള്ളിൽ, ഇവിടെ മാത്രമല്ല, പാരീസിന്റെ തെരുവുകളിൽ, സ്പെയിനിൽ, കൊളംബിയയിൽ, ബ്രസീലിൽ, എന്നു വേണ്ട കരീബിയൻ ദ്വീപുകളുടെ നേരത്തിന് പോലും ഇതേവരെ കാണാത്തൊരു ജനതയ്ക്കു വേണ്ടി പച്ചപ്പുല്ലിന് തീ പിടിച്ചതുപോലെ കാടുകളിൽ തട്ടിക്കളിക്കുന്ന കൽപ്പന്തുകളിയുടെ ഗ്യാലറികളിൽ പോലും പ്ലക്കാർഡുകളുമായിട്ടൊരു ജനത, 40 കിലോമീറ്റർ നീളമുള്ള 18 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ജനതയ്ക്കു വേണ്ടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലധികമായി ലോകത്തിന്റെ മുഴുവൻ സായുധ ശക്തികൾ ഒന്നിച്ചു നിന്ന് പോരാടിയിട്ട് അമേരിക്കയുടെ ജാരസന്താനമായി പ്രസവിച്ച ഇസ്രയേലിന്റെ നരബോധിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന് 4 ഭാഗത്തു നിന്നും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള നൂറുകണക്കിന് രാഷ്ട്രങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രഹസ്യവാതിലൂടെ ആയുധങ്ങൾ കൊടുത്തിട്ട് പോലും ലോകത്തിലെ മുഴുവൻ ആകാശത്ത് കൂടി പാഞ്ഞു വരുന്ന മിസൈലുകളെ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് പ്രതിരോധിക്കാൻ കഴിയുന്ന അയൺ ഡോമുകളുമായി ഇവരെ ശരിക്കും പറഞ്ഞാല് ഇവരുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിയും നിലവാരവും വളരെ കൃത്യമായിട്ട് എല്ലാവരെക്കാളും ഏറെ ഇവർക്കറിയാം. അപ്പൊ അവിടെ മരിച്ചു വീഴുന്നത് മുസ്ലിങ്ങളാണ്, കുട്ടികളാണ്, സ്ത്രീകളാണ്. അതുകൊണ്ട് അവർക്കു വേണ്ടി നമ്മൾ സംസാരിക്കണം എന്ന വ്യാജേന ഇവര് സംസാരിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയാണ്. നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇവര് മിണ്ടില്ല. ഇവര് മനുഷ്യന്മാരുടെ കൂട്ടത്ത് നിൽക്കുന്നവരാണെങ്കിൽ ശരിക്കും ഇവരതല്ലേ ചെയ്യേണ്ടത്? ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്ന കൂട്ടബലാത്കാരത്തിന് ഇരകളാകുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവർ സംസാരിക്കില്ല. യമനിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല. സിറിയയിൽ കൊല്ലപ്പെടുന്ന, ഇറാനിൽ കൊല്ലപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവർ സംസാരിക്കില്ല. എതിർഭാഗത്ത് ആര് വരണം? ജൂതന്മാര് വരണം, എന്നാലേ ഇവര് കരയൂ. അപ്പോൾ അർബുദം ബാധിച്ചത് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ അധ്യാപികയ്ക്കല്ല. 140 മുസ്ലിം കുട്ടികൾക്കും ഇല്ലാത്ത അർബുദം ഒരു കുട്ടിക്കു മാത്രം. ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ ഞാൻ അംഗീകരിക്കില്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രവേഷം ധരിച്ച് ആ സ്കൂളിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും തെറ്റിച്ച് എനിക്ക് മാത്രമായിട്ടൊരു റൂൾസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആ ചിന്താഗതിയാണ് അർബുദം ബാധിച്ചത്. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകും. അപ്പോൾ മുമ്പിലിരിക്കുന്ന മുസ്ലിങ്ങളെ ഒന്ന് കോരിത്തരിപ്പിച്ച് മുസ്ലിങ്ങൾക്കു വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്നും ആ മുസ്ലിങ്ങളുടെ വേദനയിൽ ഞാൻ നിൽക്കുന്നു എന്നും കാണിക്കാൻ വേണ്ടി ഇത്തരം മൗലവിമാർ ഇവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇനി അതൊന്നും കാക്ക വല്ലാണ്ട് വില പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ജനങ്ങൾക്ക് വെളിവ് വെച്ചു. ഇപ്പൊ തന്നെ നമുക്കറിയാം, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതെ, ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഇവര് കയറി ചെന്നിട്ട് ഇവർക്ക് ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് ഇവർക്ക് ഹിജാബ് വേണം. അത് നടപ്പില്ല ഈ നാട്ടിൽ എന്നാണ് ഈ കേരളം ഈ ഒരു ഒറ്റ വിഷയത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടത്. കാരണം ഈ സ്ഥാപനത്തില് മുസ്ലിങ്ങൾക്കു മാത്രമായിട്ടൊരു നിയമം, ഹിന്ദുക്കൾക്കു മാത്രമായിട്ടൊരു നിയമം, ക്രിസ്ത്യാനികൾക്കൊരു നിയമം, അത് ഇവിടെ നടക്കില്ല. ആ നിയമങ്ങള് ഇവിടെ നടക്കില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മതനിയമം പാലിക്കാനാണെങ്കിൽ നിങ്ങളുടെ മതസ്ഥാപനങ്ങളിലാണ് പോകേണ്ടത്. ഇവർക്ക് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ പോകാമല്ലോ. ഇവർക്ക് മുസ്ലിം സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാല് ഇവർക്ക് ഇവരുടെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാം. ഇവർക്ക് ഹിജാബ് ഇടാം, ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം കിട്ടും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ധരിക്കുന്ന ഈ നിയമം തന്നെ വേണം എന്നിവര് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ചെന്നുണ്ടാക്കിയ ഈ പ്രശ്നത്തിന്റെ അന്തസത്ത എന്താണ് എന്ന് ഇന്ന് കേരളത്തിന് മനസ്സിലായില്ലേ?
ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ അഹോരാത്രം പ്രയത്നിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു നിർമ്മല സ്കൂളില്. ഞങ്ങൾക്ക് എന്താ ഹിജാബ് ധരിച്ചാല് അല്ല, അതിവിടെ പറ്റില്ല. ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാല് അതിവിടെ പറ്റില്ല. ഇപ്പൊ ഈ കുട്ടി തന്നെ മുജാഹിദ് സ്കൂളിലാണ് എറണാകുളത്ത് പഠിച്ചത്. മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഒരു വർഷത്തിനകത്ത് ഈ ഏതാണ്ട് ഒരു 3ഓളം TC ഈ കുട്ടി വാങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന രൂപത്തിലാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ഈ കുട്ടിയുടെ വിഷയം കാണാൻ പറ്റുന്നത്. ഇപ്പോ PTA പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ജൂൺ മുതൽ ഈ കുട്ടി ആ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഇതുവരെ ഈ കുട്ടി ആ സ്കൂളിന്റെ യൂണിഫോം ധരിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഒക്ടോബർ 7-ാം തീയതി തന്നെ ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വന്ന് ഈ രൂപത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി പോപ്പുലർ ഫ്രണ്ടുകാരുടെ മേൽനോട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഈ കുട്ടി നിസ്സാരക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയല്ല. ഈ കുട്ടിക്ക് വേണ്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഹിജാബ് വിഷയവുമായി ഉയർന്നു വരണമെന്ന് തന്നെയായിരുന്നു. എന്നിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയുന്ന വില കുറഞ്ഞ രീതികൾ നിങ്ങൾ കേട്ടിരുന്നോ? മൂത്ത കുട്ടി റഷ്യയില് MBBS പഠിക്കുവാണ്. വേറൊരു കുട്ടി ഏതോ യൂറോപ്യൻ രാജ്യത്താണ് പഠിക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇവരുടെ തലയ്ക്കകത്തുള്ളത് ഈ മതവും മത നിയമങ്ങളുമാണെങ്കിൽ ഇവര് പഠിച്ച് ഡോക്ടറായിട്ട് എന്താ, എഞ്ചിനീയർ ആയിട്ട് എന്താ, കളക്ടർ ആയിട്ട് എന്താ? ഇവരുടെ തലയ്ക്കകത്തുള്ളത് ഈ നിയമങ്ങളാണല്ലോ, ഈ ആശയങ്ങളാണല്ലോ. നമ്മൾ വിചാരിച്ചതുപോലെ ഇനിയും ഇവർക്ക് ക്രിസ്ത്യൻ മാനേജ്മെന്റ്, ഹിന്ദു മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പോയി നമസ്കരിക്കാൻ, മുസല്ല വിരിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഹിജാബും പൊക്കിപ്പിടിച്ച് അല്ലാഹു അക്ബർ എന്ന് ക്രിസ്ത്യൻ ഹിന്ദു സ്ഥാപനങ്ങളിൽ ചെന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എന്തെന്നറിയാമോ? അവരുണർന്നു. നിങ്ങളുടെ കപട മതേതരത്വം എന്താണ് എന്ന് അവർക്ക് മനസ്സിലായി. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് അതല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആയിഷ എന്ന കൊല്ലംകാരി. ഇന്നലെ ഈ ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഏകദേശം ഒരു 10 വയസ്സ് 12 വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഇരിഞ്ഞാലക്കുടിയില് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിൽ വന്നിട്ട് ഒരു ഷോ കാണിക്കാം. അപ്പോ ഈ ഷോയിൽ ഈ പെൺകുട്ടിയെ ഇത്ര നാളും മതേതരത്തിന്റെ ഭാഗമായിട്ട് ഒക്കെയാണ് അദ്ദേഹത്തിന് അവിടെ മതം കണ്ടിരുന്നില്ല. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ പെൺകുട്ടി ഒരു വ്ലോഗറാണ്. സമൂഹ മാധ്യമങ്ങളിൽ തലയിൽ തട്ടമിടാതെ നല്ല രൂപത്തിൽ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി. ഈ പെൺകുട്ടി ഇന്നലെ വരെ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്ത വ്ലോഗിൽ തട്ടമില്ലാത്ത വീഡിയോസ് ആണ് അധികവും ഉള്ളത്. ആ സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് തട്ടമിടിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഈ കുട്ടിയെയോ ഈ കുട്ടിയുടെ മാതാപിതാക്കളെയോ മതം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ കുട്ടിക്ക് സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളെ, ജിഹാദികളെ, നിങ്ങളുടെ നാടകം ഇന്ന് ഈ കേരളം മനസ്സിലാക്കിയിട്ടുണ്ട്. കണ്ടിരുന്നില്ല നമ്മൾ. കാരണം അവരൊരു ഇൻഫ്ലുവൻസർ, അവരൊരു സാമൂഹ്യ മാധ്യമത്തിലും ഇൻസ്റ്റാഗ്രാമിലും നിറഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ ഷോകൾ കാണിക്കുന്നു. അവരുടെ അവകാശമാണ്. ഇന്നലെ അവർ രാഷ്ട്രീയമായിട്ടാണ് ഇരിഞ്ഞാലക്കുടയിൽ വന്ന് ഇടപെട്ടത്. ആ ബിന്ദു നമുക്കറിയാം, വിജയരാഘവന്റെ ഇടപക്ഷ നേതാവ് വിജയരാഘവന്റെ കെയർ ഓഫിൽ അവിടെ ഇരിഞ്ഞാലക്കുട സീറ്റ് കിട്ടി. അങ്ങനെ മന്ത്രിയാണ് ആർ ബിന്ദു. അവർ ഇരിഞ്ഞാലക്കുട ഒരു കത്തോലിക്ക സഭ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ കേന്ദ്രത്തിൽ നിന്നാണ് ജയിച്ചു പോയെന്ന് ബിന്ദു ഓർത്തിരിക്കട്ടെ. ഈ സ്ത്രീ വന്നിട്ട്, ഈ പെൺകുട്ടി, കുഞ്ഞു കൊച്ച്, ഒരു 10 വയസ്സുള്ള പെൺകുട്ടി ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടി കൊല്ലത്ത് നിന്ന് ഇരിഞ്ഞാലക്കുട വന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് തട്ടിട്ട ആൾ വിളിക്കുന്നത്. അതൊരു നമ്മളിപ്പോ ഒരു ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ കാണിക്കുന്നതൊക്കെ നമുക്ക് കണ്ടാലറിയാം അത് നാച്ചുറൽ ആണോ അതല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് വെച്ചതാണോ എന്ന് കണ്ടറിയാം. സെറ്റ് ചെയ്ത് വെച്ചതാണെന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും ആരെങ്കിലും ഉണ്ടോ, തട്ടിട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഒരു പെൺകുട്ടി ഇതൊരു സെറ്റാക്കി വെച്ചൊരു ഒരു ഷാളും കൊണ്ടുവരുന്നു. എന്നിട്ട് തലയിലിരുന്നു. ഈ ഷാൾ ഞാൻ ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ഈ പെൺകുട്ടി, കുഞ്ഞു കൊച്ച് എന്ന് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നോ അന്ന് ആ വിഷയം നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. ഇതിനു മുമ്പ് ഞാനൊരു 6 വയസ്സുകാരി ആയിഷേനെ അറിയുന്നത് പ്രവാചകന്റെ 54 വയസ്സുള്ള പ്രവാചകന്റെ ഭാര്യയായിട്ടായിരുന്നു. ആ 6 വയസ്സുകാരി ആയിഷേനെ ഞാൻ ഖുറാനിൽ നിന്ന് പഠിച്ച ആയിഷ. ആയിഷ ഇതിലും അന്തസ്സുണ്ടായിരുന്നു. 6 വയസ്സുകാരി പ്രവാചകന്റെ ഭാര്യ, 54 വയസ്സുകാരൻ പ്രവാചകന്റെ ഭാര്യ ആയിഷ. നിങ്ങൾ ഖുറാനിൽ പോയി വായിച്ച് പഠിക്കണം ആ ആയിഷയുടെ കഥ. 2 ആയിഷമാര്. ഒന്ന് ഇന്നലെ ഇരിഞ്ഞാലക്കുട വന്ന ആയിഷയും, മറ്റേത് 1400 വർഷം മുമ്പ് 6 വയസ്സുള്ള ആയിഷ പ്രവാചകനെ വിവാഹം കഴിച്ച ആയിഷ.
എന്റെ ലക്ഷ്യം അവഹേളിക്കലല്ല, ഒരു മതത്തെ വിശ്വാസത്തെ അവഹേളിക്കലല്ല. ജനങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എഴുതി വെച്ച കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അതുപോലെ എഴുതി വെച്ച കാര്യമാണ്. ഇത് 6 വയസ്സെന്ന് പറയുന്നത് ഇപ്പൊ ചില ഉസ്താദുമാർ വന്നിട്ട് പറയേണ്ടത് അത് 6 അല്ല 8 വയസ്സാണ് അല്ലെങ്കിൽ 9 വയസ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അതെവിടെയും പോട്ടെ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഇവര് രാഷ്ട്രീയം, ഈ കുഞ്ഞു കൊച്ചു വന്നിട്ട് രാഷ്ട്രീയം ഇരിഞ്ഞാലക്കുറവ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ പറയാണ്. ഇവര് പ്രതിപാദിക്കുന്ന വിഷയം പള്ളുരുത്തിയിലെ ഈ സെന്റ് റീത്ത സ്കൂളിലെ ആ കന്യാസ്ത്രീയുടെ ഇതിനെ പറ്റിയാണ്. അവർ പറഞ്ഞത് എനിക്ക് തട്ടിട്ടുന്ന വരുന്നത് കണ്ടിട്ട് ഭയമാണെന്ന് എന്തോ വാക്ക് ഈ കന്യാസ്ത്രീയുടെ ഭയന്ന് വന്നു പറയുന്നത്. ഈ കേസിന് ആസ്പദമായ പെൺകുട്ടി പിതാവും മാതാപിതാക്കളുമായിട്ട് സെന്റ് റീത്ത സ്കൂളിൽ വന്നപ്പോ ഈ സ്കൂളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഇവിടുത്തെ യൂണിഫോം ഇതാണ്, ഇവിടെ തട്ടിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ സ്കൂളിന്റെ പരമാധികാരമാണ്. പരമാധികാരം കത്തോലിക്ക സഭയുടെ, ഇന്ന് കേരളത്തിലും ഇന്ത്യക്കും വിദ്യാഭ്യാസം കൊടുത്ത കത്തോലിക്ക സഭയുടെ പരമാധികാരമാണ്. ഞാൻ ക്രിസ്തീയ കത്തോലിക്ക സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ സർവോപരി ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം നൽകി മതം മാത്രമല്ല പഠിക്കേണ്ടത്, പൊതുവിദ്യാഭ്യാസവും കൂടി മുസ്ലിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് പള്ളികളോടൊപ്പിച്ച് കൂടങ്ങൾ സ്ഥാപിച്ച് പള്ളിക്കുടം എന്ന ഒരു ആശയം പോലും സമൂഹത്തിന് സമ്മാനിച്ച, ഇന്ത്യക്ക് സമ്മാനിച്ച, കേരളത്തിൽ ആ ഒരു ആശയം വളർത്തിക്കൊണ്ടുവന്ന ക്രിസ്ത്യാനികളോടാണ് ഇന്ന് ആ സ്ഥാപനത്തിനകത്തേക്ക് ഇവര് മതം കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവസാനം എനിക്കൊരു തെറ്റ് പറ്റി. എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് ഞാൻ ഇസ്ലാമിക ഇത് പഠിക്കുമെന്ന് പറഞ്ഞ അമേരിക്കയിലാണ് പഠിക്കുന്നു പറഞ്ഞ ഒരു ഇസ്ലാമിക സ്കൂളിൽ കൊണ്ടാക്കി ഫീസ് അടച്ചിട്ട് ആ സ്കൂളിൽ പഠിപ്പിച്ച ഏതൊരു ഉസ്താദൻ ഇവിടെ അമേരിക്കയിലെ 2ാമത്തെ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനം, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ പറ്റി, തീവ്രവാദം നടത്തിയത് അവിടെ മോസ്കിൽ പോയവരാണ്. അത് പറഞ്ഞിട്ട് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ പെൺകുട്ടിയോട് കന്യാസ്ത്രീ 4 മാസം മുമ്പ് സ്കൂളിൽ ചേരുമ്പോൾ പറഞ്ഞിട്ട് വേറെ ഏതൊരു സ്കൂളിൽ നിന്ന് ഫീസ് വാങ്ങി കറങ്ങി നടക്കണം മതം വളർത്താനായിട്ട്. ആ സ്കൂളിലെ കന്യാസ്ത്രീ വ്യക്തമായിട്ട് ആ കന്യാസ്ത്രീ ഉറച്ചു നിൽക്കും. ഞാൻ മുമ്പ് വീഡിയോ ഉണ്ട്. ഈ കന്യാസ്ത്രീയുടെ കൂടെ നമ്മൾ കേരള പൊതുസമൂഹം ഉറച്ചു നിൽക്കണം. കുറഞ്ഞ പക്ഷം ഹിന്ദുവും ക്രിസ്ത്യാനിയും ശശികല ടീച്ചറൊക്കെ പറഞ്ഞോ നമ്മള് വിചാരിച്ചതെന്തോ അത് കുറിക്കൊണ്ടു. കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഇനിയും വച്ച് താമസിപ്പിക്കരുത്. അങ്ങനെ ഇനിയും ഈ മതേതരന്മാരാണ് എന്ന രൂപത്തിലുള്ള ഈ ജിഹാദികളുടെ കാപഠ്യം തിരിച്ചറിഞ്ഞ് ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ബംഗാൾ ഉൾക്കടൽ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചാടിച്ചാവാനേ പറ്റൂ. ഉണരണം. ഇലക്ഷൻസ് ഭരണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് STP ചൂട് മാറ്റി. അങ്ങ് വടക്കുന്ന ലീഗിന്റെ സന്ദേശം വന്നു ഇത് തണുപ്പിക്കാൻ. കാരണം കൊച്ചിയില് ഇത് കളിച്ചു കഴിഞ്ഞാല് കേരളം മൊത്തം ആക്കി കിട്ടും. 70-75% ഹിന്ദു ക്രിസ്ത്യാനി. പിന്നെ ഈ മുസ്ലിമുകൾ പോലും ഇന്ന് മാറ്റി കുത്തുന്ന ഞാൻ പറഞ്ഞില്ല, എക്സ് മുസ്ലിമുകളുടെ കളിയാണ്. ഇവർ ഗതി കെട്ടിയിരിക്കുകയാണ്. കാരണം ഇവർ ജനസംഖ്യകളെ ഉണ്ടാക്കാൻ നോക്കിയാലും ഇപ്പോഴത്തെ കൂടെ എക്സ് മുസ്ലിമുകൾ കിട്ടും. പുതിയ തലമുറ ഇവരുടെ കൂടെ നിൽക്കണേ ഏൽപ്പിച്ച് തട്ടൊക്കെ ഏൽപ്പിച്ചെന്ന് നോക്കണതാണ്. ഈ കന്യാസ്ത്രീയുടെ കൂടെ കേരള പൊതുസമൂഹം നിൽക്കണം. ഒരു പക്ഷേ മതമേലധ്യക്ഷന്മാർ പിൻവാങ്ങും. കാരണം അവർക്ക് അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനും രാഷ്ട്രീയമായിട്ടുള്ള ഭയവും അവരെ കൊടുക്കുന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ തേലക്കാടനൊക്കെ ഇതിന്റെ ആൾക്കാർ തേലക്കാടൻ ഹമാസിന്റെ കോണാൻ കെട്ടി പട്ടം 5 വർഷത്തെ വെള്ളമൊട്ടിന്റെ മേലെ ഹമാസിന്റെ കോണാൻ കെട്ടി നടക്കുന്ന തേലക്കാട്ട് എന്ന അച്ഛൻ, പിന്നെ ഒരു മലരൻ നാടൻ, ഇവർക്ക് ഇതിന്റെ അപ്പുറത്ത് ഞാൻ ഇട്ട് ചാടിച്ചു കൊണ്ടുവന്ന അവരുടെ ഇലക്ഷൻ വരുമ്പോൾ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയും വോട്ടും അതേതത്വം പറഞ്ഞ് വലിച്ചെടുത്തിട്ട് ഈ സുഡാപ്പികൾക്ക് കൊടുത്ത് ഇവിടെ സുഡാപ്പിക്കാരനെ കൊണ്ടല്ലാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം. നമ്മൾ ഉറച്ചു നിൽക്കണം. ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വീണ്ടും പറയും. കാരണം നമുക്ക് ഓർമ്മയുടെ ഇത്തിരി കുറവുണ്ട്. ഓർമ്മ കുറവായതുകൊണ്ടാണ് വീണ്ടും ചില ആളുകൾ അധികാരത്തിൽ കയറുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ മതേതരത്വം ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇനിയെങ്കിലും ഈ കാപഠ്യം ജിഹാദികളുടെ കപട മതേതരത്വം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ കണ്ടില്ലേ, ഇന്ന് സത്യം മനസ്സിലാക്കിയിട്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അത് തുറന്നു പറയാൻ ഭയമില്ല. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ജൂതന്റെ മീഡിയയോടാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അവര് മനസ്സിലാക്കിയ സത്യം വന്ന് തുറന്നു പറയാൻ ഈ മത തീവ്രവാദികളുടെ കപട മതേതരത്വം തുറന്നു പറയാൻ ഭയമില്ലാത്ത രൂപത്തിലേക്ക് അവര് വളർന്നിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ വളർച്ച. അത് ഉണ്ടായേ പറ്റൂ. ഇപ്പൊ ഇവര് ഹമാസിനു വേണ്ടി, പലസ്തീനു വേണ്ടി, ഗാസയ്ക്കു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിക്കുന്ന ഈ അട്ടഹാസങ്ങൾ ഉണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് എല്ലാവരും ഒരുമിച്ച് TC വാങ്ങി പോയി, അതുകൊണ്ട് ഇനിയിപ്പോ ആ സ്കൂൾ അടച്ച് പൂട്ടേണ്ടി വരും എന്ന രൂപത്തില് ഒരുപാട് കാക്കമാര് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. സെന്റ് റീത്ത സ്കൂളില് 140 കുട്ടികളാണ് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നത്.
രസകരമാണ്. ഈ കൊച്ച് ഇതുവരെ ഹിജാബ് വേണ്ടാത്ത കൊച്ച് ഇപ്പോ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നല്ലോ. ആ സമയത്ത് വേറെ 2 കൊച്ചുങ്ങള് TC വാങ്ങി. TC വാങ്ങിക്കഴിഞ്ഞിട്ട് ഹിജാബ് ധരിക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ ഞങ്ങൾക്കും ഈ സ്കൂള് വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പോകുകയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് ഈ 8ാം ക്ലാസ്സുകാരി ഉണ്ടല്ലോ, ഇല്ല ഞാനിപ്പോ വരുന്നില്ല. അല്ല ഹിജാബ് ഇല്ല, ഞങ്ങളോട് നമ്മുടെ ഹൈബീഡൻ വന്ന് പറഞ്ഞു മതമല്ല പ്രധാനം, വിദ്യാഭ്യാസമാണെന്ന്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഹിജാബ് ഇടാതെ തന്നെ യൂണിഫോം ഇട്ട് സ്കൂളിൽ വരാൻ തീരുമാനിച്ചു. അപ്പൊ TC വാങ്ങിയ ആരായി? ശശിയായി. ഇതാണ് ഇവരുടെ രീതി. ഇവരെ ഇളക്കി വിട്ടു അഷ്റഫ് മൗലവി, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ്. ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവ് എന്ത് ചെയ്തു? ഇവരെ കൈയൊഴിഞ്ഞു. PFI നേതാവ് അദ്ദേഹത്തിന് മനസ്സിലായി ഏതാണ്ട് PFI നിരോധിച്ചു, ഇനിയിപ്പോ SDPI നിരോധിക്കും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആൾക്കാരുടെ മുമ്പിൽ എങ്കിലും ഒന്ന് കുറച്ച് നാളത്തേക്കെങ്കിലും ഈ കാപ്പട്യം കൊണ്ടൊന്ന് പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ട് മതേതരനായാലേ പറ്റുള്ളൂ. അഷ്റഫ് മൗലവിയും കൈ വിട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ഇളക്കി വിട്ടത് അയാളാണ്, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്നാ പിന്നെ ഈ സ്കൂളിൽ തന്നെ വരാമല്ലേ. അപ്പോ നിലപാടിൽ ഉറച്ച് പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കാണ് സിസ്റ്റർ ഹെലേന. പോരെ, ആ തട്ടം ഗേറ്റിന് പുറത്ത് ഊരി വെച്ചോ കേട്ടോ മോളെ. അല്ല ബാഗിനകത്ത് വെച്ചോ, കുഴപ്പമുണ്ടോ മാം? ഇല്ല. ശരി. നിങ്ങൾ മര്യാദ പഠിച്ചിട്ടില്ലെങ്കിൽ മതമര്യാദകൾ മാറ്റിവെച്ച് മാനവികത എന്താണ് എന്ന് നിങ്ങളെ പഠിപ്പിക്കും ഇവിടത്തെ മതേതരത്വം. ഫാത്തിമയെ പറഞ്ഞു വിട് റെനി. അപ്പോ വിദ്യാർത്ഥികൾ കുറഞ്ഞു, TC കൂട്ടത്തോടുകൂടി വാങ്ങുന്നു എന്നുള്ളത് കൊണ്ട് സെന്റ് റീത്ത സ്കൂള് പൂട്ടാൻ തീരുമാനിച്ച വിവരം നിങ്ങൾ അറിഞ്ഞോ? എന്നാലും ഹിജാബ് ധരിച്ചിട്ട് അതിനകത്ത് പഠിക്കാൻ പറ്റില്ല. നോക്കിയോ, നമ്മുടെ അച്ഛൻ പറയാം. കാര്യത്തില് ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാവും. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അവബോധം ശക്തമായി നമ്മൾ നിലനിർത്തണം. 1 ഇഞ്ച് അക്കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തു സൂക്ഷിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് എല്ലാ വിഷയങ്ങൾക്കും ശരിയായ പരിഹാരം ഉണ്ടാവും. അപ്പോ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് എന്ന് പറയും, ഉദാഹരണത്തിന് മുനമ്പം വിഷയത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന പൗരന്മാർക്ക് തരുന്ന മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ കൃത്യമായി നമ്മൾ നിലപാടെടുക്കാൻ നമുക്ക് കഴിയും. അത് മാറ്റണം എന്ന് പറയാൻ നമുക്ക് കഴിയും. അതിന്റെ ഫലമായിട്ട് ആർട്ടിക്കിളില് സെക്ഷൻ 2 സൊല്യൂഷൻ വന്നിരിക്കുന്നു. പക്ഷെ അതിന്റെ ചട്ടങ്ങൾ ഇനി തയ്യാറാക്കാനുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് ഉയർത്തിപ്പിടിക്കണം. ഇനി ഈ സ്കൂള് മാനേജ്മെന്റ് അവിടെ ഇരിക്കുക വളരെ അഭിമാനം തോന്നുകയാണ് ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കുറിച്ച്. ആ മാനേജർ സിസ്റ്ററും അതുപോലെ പ്രിൻസിപ്പൽ സിസ്റ്ററും എത്ര ഭംഗിയായിട്ടാണ്, എത്ര കൃത്യത കൂടിയാണ്, എത്ര ലീഗലായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പോപ്പുലർ ഫ്രണ്ടിനെ അവിടെ പറഞ്ഞിട്ടില്ല, ഒരു നേതാവിന്റെ പേരെടുത്തു പറഞ്ഞിട്ടില്ല, ആ കുട്ടിയെയോ ഹിജാബിനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആ കുട്ടിയുടെ പിതാവിന്റെ തീവ്ര ആശയത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാപനത്തിനൊരു നിയമമുണ്ട്, എല്ലാ കുട്ടികളും ഈ സ്ഥാപനത്തിൽ തുല്യരാണ് എന്ന് പുഞ്ചിരിയോടുകൂടി നിർഭയം അവർക്ക് അവരുടെ നിയമ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പേരാണ് നിലപാട്. കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് അവർ കാണിക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ നട്ടെല്ല് കൃത്യമായി ഉയർത്തിപ്പിടിക്കണം. നമ്മെ അനാവശ്യമായി ചൊറിയാൻ, അനാവശ്യമായി തോണ്ടാൻ, അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാൻ ഓരോരുത്തരും ധൈര്യപ്പെടാത്ത രീതിയിൽ ലീഗലായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം, വളരെ ലീഗലായി. അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ആർജവം വേണം, നമുക്ക് ബോൾഡ്നെസ് വേണം, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് വേണം. അപ്പോൾ ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ. ഒപ്പം ഇത് നമ്മൾ പറയുമ്പോഴും നോക്കൂ, ഇത് കേരളത്തിന്റെ കാര്യം മാത്രമാണ്. ഇന്ത്യ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കിയേ, എന്തുമാത്രം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആണ് ക്രൈസ്തവരുടേത് ഹനിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മതപരിവർത്തന നിരോധന നിയമം എന്നുള്ള ആ കാടൻ നിയമത്തിന്റെ പേരിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ ഇന്നലെ മറ്റാണ് സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് എല്ലാ എഫ്ഐആറുകളും വലിച്ചെറിഞ്ഞു ഈ ദിവസങ്ങളിൽ. ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മള് ഇക്കാര്യം നോക്കൂ, മതപരിവർത്തന നിരോധന നിയമത്തിനെതിരെ കേസിന് പോകാനായിട്ട്, കോടതിയിൽ പോകാനായിട്ട് ആർജവം എന്തുകൊണ്ടാണ് കത്തോലിക്കർ കാണിക്കാത്തത്? കത്തോലിക്ക സഭ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് നമുക്ക് ശക്തമായിട്ട് വേണം, കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ബോൾഡ്നെസ് നമുക്ക് വേണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ സ്ഥാപനങ്ങളൊന്നും ഒരു കാരണത്തിനും വെറുതെ മുട്ടുകുത്തിയോ ഏത്തമിട്ടോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സ്റ്റുഡൻസ് കുറഞ്ഞു പോകുന്നതാണോ ചിന്ത? കുറഞ്ഞുകൊള്ളട്ടെ.
നമ്മൾ കച്ചവടം നടത്താനല്ലല്ലോ ഇവിടെ ഉള്ളത്. അല്ലല്ലോ. ഇത്രയും നാൾ അതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കൂ ടീച്ചോ. സെയിന്റ് തെരേസാസ് പോലെയുള്ള ഒരു കോളേജ്, നഗര മധ്യ നിലകൊള്ളുന്ന കോളേജ്, ആ പരിസരവും ആ കെട്ടിടവും ഒക്കെ നമ്മൾ ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്? നമുക്ക് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടുത്തെ ഈ പൊതു നന്മയെ വളർത്താൻ വേണ്ടി, വിദ്യാഭ്യാസത്തെ വളർത്താൻ വേണ്ടി, നമ്മുടെ പൗരന്മാരെ ബലപ്പെടുത്താൻ വേണ്ടി ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താണ് ഗുണം അതുകൊണ്ടുണ്ടാകുന്നത്? 2. എന്നിട്ട് നമ്മൾ വല്ലവരുടെയും ചീത്ത കേൾക്കാനും. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസം നടത്തേണ്ട ആരുടെ ഉത്തരവാദിത്വം? സഭയുടെ ഉത്തരവാദിത്വം. സർക്കാർ ചെയ്യേണ്ടതല്ലേ? സർക്കാർ ഇതുപോലെ മുതൽ മുടക്കുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സർക്കാരിന്റെ അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താകുമായിരുന്നു കേരളത്തിലെ ഇത്രയധികമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പണം മുടക്കേണ്ടിയിരുന്നത്? അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ചിലർ എയ്ഡഡ് സ്കൂള് പണം മറ്റേ സർക്കാർ തരുന്നത് പറയുമ്പോഴും അതിന്റെ ബേസിക് ആയിട്ടുള്ള മൂലധനം ചെയ്തിട്ടുള്ള ആരാ? അത് ബിസിനസിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ അറിയാത്തവരാണെന്നാണോ വിചാരം ക്രൈസ്തവര്? അപ്പോ ആലോചിക്കേണ്ടത്, ഗൗരവമായി ആലോചിക്കേണ്ടത്, നമ്മൾ ഈ സമൂഹത്തിന് ചെയ്യുന്ന നിസ്വാർത്ഥമായ വലിയ 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 സേവനം, ഇത് അംഗീകരിച്ചില്ലേലും കുഴപ്പമില്ല. ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്തത്. ദയവ് ചെയ്ത് ഞങ്ങൾ ഇതുപോലെ അവഹേളിക്കാതിരുന്നാൽ മതി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒക്കെയാണ് ഇവിടെ ഇതുപോലെ വളർച്ച ഉണ്ടാക്കുന്നത്. അവരെ അവഹേളിക്കരുത് മന്ത്രി. ഇതാണ് പറയാനുള്ളത്. അവഹേളിക്കരുത് ദയവ് ചെയ്ത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ അവഹേളിക്കരുത്. ആ സമർപ്പിത വസ്ത്രം ഉണ്ടല്ലോ, അതാണ് ഈ കേരളത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും പിന്നിലുള്ളത്. 194 വർഷം മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ മദർ എലീശ ജനിച്ചത്. 194 വർഷം, ഈ ഒക്ടോബർ 15-നാണ്, 2 ദിവസം മുമ്പ്. ഈ മദർ എലീശയാണ് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ആരംഭിച്ചത്. ഈ മദർ എലീശയുടെ സഹോദരി തന്നെ മറ്റൊരു സിസ്റ്റർ തെരേസ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഹെഡ് മിസ്ട്രസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള വൻ എന്താണ് റിനൈസാൻസിന്റെ, വലിയ റിന്യൂവലിന്റെ, വലിയ നവോത്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ സന്യാസികൾ നൽകിയിട്ടുള്ളത്. അവരെ നിങ്ങൾ ആദരിച്ചില്ലെങ്കിലും, അവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് അവരെ അവഹേളിക്കാതിരിക്കുക മന്ത്രി. ഇതാണ് എനിക്ക് വലിയ സങ്കടമുണ്ട് മന്ത്രി. ഞങ്ങളുടെ സന്യാസിനിമാരെ ഇത്രയ്ക്ക് ഇതുപോലെ അവഹേളിച്ചില്ല. അവർ പാവങ്ങളാണ്, അവരതുകൊണ്ട് സമരത്തിനൊന്നും വരികയില്ല. പക്ഷെ ദയവ് ചെയ്ത് മന്ത്രി അങ്ങനെ ചെയ്യരുത്. ഞാനൊരു ഉപദേശമായിട്ട് തരികയാണ്. മന്ത്രി വി ശിവൻകുട്ടി ദയവ് ചെയ്ത് ഞങ്ങളുടെ സന്യാസിനികളെ അവഹേളിക്കും, പ്ലീസ് പ്ലീസ്. അടിപൊളിയല്ലേ? ഇത്രയെങ്കിലും ഇവരോട് പറയാൻ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട അച്ചോ, നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുന്നതിന് അർത്ഥമില്ലാതെയായി പോകും. ഇവിടുത്തെ വിദ്യാഭ്യാസം കച്ചവടമാക്കി മാറ്റിയിരിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ ഒരു കാലത്ത് മദ്രസയുടെ മീമ് എന്ന് പറഞ്ഞാൽ ജഹന്നമാകുന്ന നരകത്തിന്റെ മീമാണെന്നും സ്ത്രീകളെ എഴുത്ത് പഠിപ്പിക്കരുതെന്നും പറഞ്ഞിരുന്ന ഈ മതമലരന്മാരെ കൊണ്ട് പെണ്ണിന്റെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സമരം ചെയ്യിപ്പിച്ച ആളുകൾ ഈ ക്രിസ്ത്യാനികളാണ്. വിദ്യാഭ്യാസം നേടിയതിന്റെ പേരിൽ നമ്മുടെ മറിയുമ്മയുടെ മുഖത്തു മുറുക്കാൻ വെറ്റില മുറുക്കി തുപ്പിയ ആളുകളോട് അവരെ കൊണ്ടിന്ന് വിദ്യാഭ്യാസത്തിനു വേണ്ടി പെണ്ണിന്റെ നീതി നിഷേധിക്കപ്പെടരുത് എന്നതിനു വേണ്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പിച്ച് കാല് നിർത്തിയത് ക്രിസ്ത്യാനികളാണ് എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഇവരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ മേലാളന്മാര്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ സിരകളിലെല്ലാം എല്ലാ കാലത്തും ഇരുന്നത് ഇവരാണല്ലോ. അതുകൊണ്ട് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവര് തന്നെ പിടിച്ചു പറ്റി. ഇനി അത് നടപ്പില്ലെന്നാ പറഞ്ഞു വരുന്നത്. കേരളത്തിന്റെ മതേതരം ഉണർന്നു. അപ്പൊ റിനി, നമുക്കിനി പിന്നെ കാണാം അല്ലെ? അല്ലാഹു ലൂസിഫർ. ഭർത്താവ് തന്റെ ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിളിക്കുകയും അവൾ വിസമ്മതിക്കുകയും ചെയ്താൽ മലക്കുകൾ അവരെ രാവിലെ വരെ ശപിക്കും. കേട്ടോ? അപ്പോൾ സുരേഷ്, അനില, നമുക്ക് പോയേക്കാം. റെനി പോകാം, പിന്നെ വരാം, വൈകിട്ട് വരാം. ജോൺ വർഗീസ്, ഞാൻ കണ്ടു കമന്റ്. കേട്ടോ? ഹരി മേനോൻ, ഹായ്.